ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സ്ക്രീൻ വിസിബിൾ ആണല്ലോ, ഓഡിബിൾ ആണല്ലോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ വൊക്കാബുലറി പാർട്ട് തന്നെയാണ് നോക്കുന്നത്. ഇന്ന് നമ്മൾ കുറച്ച് ആൻറ്റണിംസാണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനോണിംസ് നോക്കിയായിരുന്നു. അപ്പോൾ അതുപോലെ ഇന്ന് നമുക്ക് ആൻറ്റണിംസ് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിലെ വൊക്കാബുലറിയുടെ സിനോണിംസ് പഠിപ്പിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, സിനോണിംസിന് പ്രത്യേകത ഉണ്ട്. സിനോണിംസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഒരു വാക്കിൻ്റെ തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച്, നമുക്കൊരു ക്വസ്റ്റൻ തരുമ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ അനുസരിച്ച് ആ വേർഡിൻ്റെ പാർട്ട് ഓഫ് സ്പീച്ച് കൂടെ അറിഞ്ഞിരിക്കണം. നൗൺ ആണെങ്കിൽ നൗൺ തന്നെയായിരിക്കും അതിൻ്റെ സിനോണിം വരിക. വേർബ് ആണെങ്കിൽ വേർബ് ആയിരിക്കും, അഡ്ജക്റ്റീവ് ആണെങ്കിൽ അഡ്ജക്റ്റീവ് ആയിരിക്കും, അഡ്വേർബ് ആണെങ്കിൽ അഡ്വേർബ് ആയിരിക്കും. അങ്ങനെ വളരെ പാരലായിട്ട് സാധനം മാത്രമേ അതിൻ്റെ സിനോണിമായിട്ടോ ആൻറ്റണിമായിട്ടോ വരുള്ളൂ. സിമിലർ സാധനം തന്നെ ആൻറ്റണിമായിട്ട് വരുവാണെങ്കിലും. ആൻറ്റണിം ഈസ് ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദ വേർഡ് അല്ലേ? ഒരു വേർഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വേർഡിനെയാണ് ആൻറ്റണിം പറയുക. സിനോണിംസ് സിമിലർ മീനിങ് ആണ്. അപ്പോൾ ആൻറ്റണിം പഠിക്കുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഒരു കാര്യം കൂടെ നമ്മൾ പഠിക്കണം. സിനോണിം പഠിക്കുമ്പോൾ ജസ്റ്റ് മീനിങ്, നമുക്കതിന് മീനിങ് റിലേറ്റീവ് ആയിട്ട് വന്നിട്ടുള്ള അല്ലേ, അതിനോട് ഡിസ്റ്റൻറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ സിമിലർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഏകദേശം സിമിലർ ആയിട്ടുള്ള എല്ലാം സിനോണിംസിൽ പെടും. പക്ഷേ ആൻറ്റണിംസ് പഠിക്കുമ്പോൾ മീനിങ്ങും അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ സിനോണിംസ് അറിഞ്ഞിരിക്കണം അല്ലേ, അല്ലെങ്കിൽ മീനിങ് അറിഞ്ഞിരിക്കണം, എന്നാലേ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അതുപോലെ ആൻറ്റണിംസ് പഠിക്കുമ്പോഴാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പ്രിഫിക്സ്, വേർഡിൻ്റെ മുൻപിലുള്ള അറ്റാച്ച്മെൻറ്റുകൾ അല്ലേ, ഫിക്സേഷൻസ്, നമ്മൾ ഒരു വേർഡിൻ്റെ മുൻപിലുള്ള ഫിക്സേഷൻസ് അല്ലെ അറ്റാച്ച്മെൻറ്റ് നമ്മൾ നോക്കുന്നതും അതിനെപ്പറ്റി നമ്മൾ പഠിക്കുന്നതും അതിനെപ്പറ്റി അറിയുന്നതും ഈ പറയുന്ന നമ്മുടെ എന്ത് വെച്ചിട്ടാണ്, നമ്മുടെ ആൻറ്റണിംസ് നോക്കിയിട്ടാണ്. ആൻറ്റണിംസിൽ നമുക്ക് അത് കണ്ടുപിടിച്ചാലേ അതിന് മീനിങ്ങിൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കാം കേട്ടോ. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. നമുക്ക് തുടങ്ങാലോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വൺ, എല്ലാവർക്കും വെൽക്കം ആൻഡ് ലെറ്റ് സ്റ്റാർട്ട് അല്ലേ. നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ചോദിക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യമായിട്ട് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണേ, ആൻറ്റണിംസും സിനോണിംസും ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു വേർഡ് പഠിച്ചാൽ ആ വേർഡിനോ വെച്ചൊരു സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുക. അത് അഡ്ജക്റ്റീവ് ആണെങ്കിലും അഡ്വേർബ് ആണെങ്കിലും നൗൺ ആണെങ്കിലും വേർബ് ആണെങ്കിലും ഒക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് ഓർത്തിരിക്കുകയുള്ളൂ. പിന്നെ അത് മെമ്മറിയിൽ വരണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ അത് വെച്ച് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഫസ്റ്റ് വേർഡ്. സൂപ്പർവീൻ ചെയ്യുക. എന്താ സൂപ്പർവീൻ ചെയ്യുക? സൂപ്പർവീൻ ചെയ്യുക ഈസ് എ വേർബ് കേട്ടോ. സൂപ്പർവീൻ എന്ന് പറയുന്ന ഒരു വേർബാണ്. സൂപ്പർവീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യുക, അതിന് പുറകെ. നമ്മൾ ഫോളോ ചെയ്യുക എന്ന് പറയില്ലേ, ഒരു കാര്യത്തിൻ്റെ പുറകെ വരിക. പ്രൊസീഡ് ചെയ്യുക എന്ന് പറയില്ലേ, പ്രൊസീഡ് ചെയ്യുക മുൻപേ വരിക പറയും. സൂപ്പർവീൻ ചെയ്യുക, സൂപ്പർസീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശേഷം വരിക എന്നർത്ഥം. സൂപ്പർവീൻ ചെയ്യുക സൂപ്പർസീഡ് ചെയ്യുക എന്ന് പറയും. സൂപ്പർസീഡും അതേ മീനിങ് വരുന്ന സാധനം കേട്ടോ. സൂപ്പർസീഡ് സിമിലർ മീനിങ് വരുന്ന വാക്ക്. സൂപ്പർസീഡ് സിമിലർ മീനിങ് വരുന്ന സാധനമാണേ സൂപ്പർസീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ആൻറ്റണിംസ് ഏതൊക്കെയാ? റിട്രീറ്റ് ചെയ്യുക, പിൻവാങ്ങുക അല്ലേ. പ്രൊസീഡ് ചെയ്യുക, മുൻപേ ഉള്ളത്. ഫോളോ ചെയ്യുക, പുറകെ വരിക എന്നാണ്. ഒരു കാര്യത്തിൻ്റെ പുറകെ വരുന്നതന്നെ ഫോളോ ചെയ്യുക എന്ന് പറയും. ചേസ് ചെയ്യുക, പെർസ്വേഡ് ചെയ്യുക, അങ്ങനെയൊക്കെ. പെർസ്യൂ ചെയ്യുക. ഒരു കാര്യത്തിനെ ഫോളോ ചെയ്യുക, നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം പെർസ്യൂ ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടില്ലേ. പെർസ്യൂ ചെയ്യുക, സൂപ്പർസീഡ് ചെയ്യുക, ഫോളോ ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പർവീൻ്റെ സിനോണിംസ് ആണ്, മീനിങ്ങുകളാണ്. ആ സമയത്ത് ആൻറ്റണിം എന്താ വെച്ചാൽ പുറകെ നമ്മൾ വിഡ്രോ ചെയ്യുക, റിട്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രൊസീഡ് ചെയ്യുക, അതൊക്കെയാണ് സൂപ്പർവീൻ ചെയ്യുക എന്ന് പറയുന്നതിൻ്റെ ആൻറ്റണിമായിട്ട് നമ്മൾ പറയാം കേട്ടോ. നോക്കണം, ഒരു കാര്യം ഫോളോ ചെയ്ത് ദിസ് വേർഡ് ഫോളോസ് ബൈ ഇന്ന വേർഡ് എന്ന് പറഞ്ഞാൽ ആ വേർഡിന് ശേഷം ഇന്ന വേർഡ് വരുമെന്ന് അർത്ഥം. എന്നാൽ ദിസ് വേർഡ് പ്രൊസീഡ്സ് ഡിറ്റർമിനർ. ഈ വേർഡിന് മുൻപിൽ ഒരു ഡിറ്റർമിനർ വരും. പ്രൊസീഡ് ചെയ്യുന്ന മുൻപിൽ, സൂപ്പർവീൻ ചെയ്യുമ്പോൾ ശേഷം എന്ന് പറയും. ആ രണ്ട് ഡിഫറൻസ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ് സൂപ്പർവീൻ ചെയ്യുക എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, സെൻറ്റൻസ് ഫ്രെയിം ചെയ്തോളൂ കേട്ടോ. നിങ്ങൾ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുക, ബിക്കോസ് ഞാൻ അതനുസരിച്ച് നിങ്ങൾക്ക് സെൻറ്റൻസ് പറഞ്ഞുതരാം. അപ്പോൾ ഓർത്ത് വെച്ചോണം, സൂപ്പർവീൻ ചെയ്യുക കേട്ടോ. സൂപ്പർവീൻ മറക്കണ്ട, സൂപ്പർവീൻ. റീപ്ലേസ് ചെയ്യുക എന്നൊരു അർത്ഥം കൂടെ ഉണ്ട് സൂപ്പർവീൻ ചെയ്യുക കേട്ടോ. റീപ്ലേസ് ചെയ്യുക, ആ അർത്ഥം കൂടെ ഉണ്ട്. റീപ്ലേസ്. നൗൺ ഫോർമുലേഷൻ ഞാൻ നോക്കട്ടെ കേട്ടോ. സൂപ്പർവീൻ്റെ നൗൺ ഫോർമുലേഷൻ. സൂപ്പർവെൻഷൻ ആണോ നോക്കട്ടെ. ഇല്ല, സൂപ്പർവീനിങ് ജെറൽ ഫോർമുലേഷൻ ഉണ്ടാവും കേട്ടോ. അതാണ് എൻ്റെ മീനിങ്, എൻ്റെ യൂസേജ് വരാം. അതുപോലെ നോക്കിയേ, എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കിയേ.
Team members supervene their leaders. So team members of course എന്ത് ചെയ്യും, അവരുടെ ലീഡേഴ്സിനെ സൂപ്പർവീൻ ചെയ്യും, ഫോളോ ചെയ്യും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, എന്താ പറയുക, റീപ്ലേസ് ചെയ്യുകയോ, സോറി പെർസ്യൂ ചെയ്യുക, ഫോളോ ചെയ്യല്ല പെർസ്യൂ ചെയ്യുക, ആ മീനിങ് കേട്ടോ. റിപ്ലേസ് ചെയ്യല്ല, റിപ്ലേസ് ചെയ്യുക വേറൊരു മീനിങ് വരും. പക്ഷേ ഇതൊക്കെ സിനണിംസ് ആണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ആക്യുറേറ്റ് വേർഡായിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഇപ്പോൾ ഇത് തന്നിട്ട് നിങ്ങളുടെ സിനണിം റിപ്ലേസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ സിനണിം റിപ്ലേസ് ചെയ്യാൻ പറഞ്ഞാൽ ഫോളോ വന്നാലും സൂപ്പർസീഡ് ചെയ്താലും പെർസ്യൂ ചെയ്താലും നിങ്ങൾക്ക് ഓക്കെയാണ്. പക്ഷേ റിപ്ലേസ് ചെയ്ത് വരുമ്പോൾ അല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റിപ്ലേസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മീനിങ് എന്താവില്ല, അത് കറക്റ്റ് ആക്ച്വൽ മീനിങ് ആവത്തില്ല. അതുകൊണ്ട് ഓർക്കുക, ആൻറ്റണിംസ് സിനണിം കഴിയുമ്പോൾ അങ്ങനെ ഒരു ട്രിക്കി ഓപ്ഷൻസോട് വരും. ഏറ്റവും ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സിനണിം നിങ്ങൾ ഇവിടെ ഉപയോഗിക്കരുത്, ഏറ്റവും അടുത്തുള്ളത്, ഏറ്റവും തൊട്ടടുത്തുള്ള സിനണിംസ് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അത് ഇമ്പോർട്ടൻ്റ് ആട്ടോ, മറക്കല്ല. ഓക്കെ, അപ്പോൾ സൂപ്പർവീൻ ഓർക്കണം, ഇങ്ങനെയുള്ള വേർഡുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ വേർഡ് വെച്ചിട്ട് സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് സീ. She supervened her passion for dance. She pursued her passion. She followed her passion. That's great. Good evening, Rubia. Welcome. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാമല്ലോ. നെക്സ്റ്റ് വേർഡ് ഇസ് ഡ്രക്കോണിയൻ. ഡ്രക്കോണിയൻ ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക, ന്യൂസിലൊക്കെ കേട്ടോ, ന്യൂസ് പേപ്പർ വൊക്കാബുലറിലൊക്കെ ഭയങ്കര കോമൺ ആയിട്ട് വരുന്നൊരു വാക്കാണ് ഡ്രക്കോണിയൻ കേട്ടോ. ഡ്രക്കോണിയൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? വളരെ ഹാർഷ് ആയിട്ടുള്ള ഭയങ്കര എന്താ പറയുക, സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇതിനെയാണ് നമ്മൾ എന്താ പറയുക ഡ്രക്കോണിയൻ എന്ന് പറയുന്നത്. ഡ്രക്കോണിയൻ പ്രിൻസിപ്പിൾസ് എന്നൊക്കെ പറയും. ഡ്രക്കോണിയൻ പ്രിൻസിപ്പിൾസ് ഓഫ് ദിസ് ആൻഡ് ദ റൂളർ ഇസ് നോട്ട് പറയും, വളരെ സ്ട്രിക്റ്റ്, ഹാർഷ്, അതിനൊക്കെയാണെന്ന് പറയാം ഡ്രക്കോണിയൻ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ആൻറ്റണിം എന്താണെന്ന് ചോദിച്ചാൽ നേരെ സ്ട്രിക്റ്റിൻ്റെ ഓപ്പോസിറ്റ് എന്താ, ഈസി അല്ലെ ജെൻറ്റിൽ. റൂൾസ് ജെൻറ്റിൽ റൂൾസ് ആണ്, ഈസി റൂൾസ് ആണെങ്കിൽ ദാറ്റ്സ് ഈസി അല്ലേ, ഈസിയാണ്, കുഴപ്പമൊന്നുമില്ല, പാലിക്കപ്പെടാം, കുഴപ്പമില്ലാത്ത സാധനമാണ്. സോ എക്സാമ്പിൾ നോക്കിയേ, യുവർ മാസ്റ്റർ ഈസ് എ ഡ്രക്കോണിയൻ മാൻ. അപ്പോൾ ഡ്രക്കോണിയൻ എന്താ നോക്കണേ, നേരത്തെ നമ്മൾ സൂപ്പർവീൻ ചെയ്യുക ഓർ സൂപ്പർസീഡ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ വേർബായിരുന്നു. ഡ്രക്കോണിയൻ ഇസ് ആൻ അഡ്ജക്റ്റീവ്. ഡ്രക്കോണിയൻ ഇവിടെ ഒരു അഡ്ജക്റ്റീവാണ്. അപ്പോൾ നമ്മളൊരു അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ ഓർക്കുക, ഒരു കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, ഒരു നൗണിനെ അല്ലെ പ്രൊനൗൺ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. അത് മനസ്സിലുണ്ടായിരിക്കണം. അപ്പോൾ അഡ്ജക്റ്റീവായിട്ട് ഉപയോഗിക്കുമ്പോൾ അഡ്ജക്റ്റീവ് തന്നെ ആയിരിക്കണം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരിക, അല്ലാതെ ഹാർഷ്നെസ്ന്നോ ഈസിനെസ്ന്നോ അങ്ങനെ ഒരു സാധനം വരത്തില്ല. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ്. ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ കേട്ടോ, ആ കാര്യം ഒന്ന് മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, സെൻറ്റൻസ് ഫ്രെയിം ചെയ്തോളൂ കേട്ടോ, നിങ്ങൾക്ക് സെൻറ്റൻസും ഫ്രെയിം ചെയ്തോ. He has a draconian nature. Or the country has a draconian principle. The country follows a draconian principle. Something like that. അതൊക്കെ വളരെ നല്ലൊരു സെൻറ്റൻസ് ആണ്. യാ, അപ്പോൾ നമ്മൾ ഡ്രക്കോണിയൻ എപ്പോൾ ഉപയോഗിച്ചാലും നമ്മൾ എന്തായാലും ഒരു ഡിസ്ക്രൈബർ ആയിട്ട്, ഒരു ക്വാളിഫയർ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്, മറക്കണ്ട. അല്ല, ഇറ്റ്സ് നോട്ട് എ നൗൺ, ഓർത്ത് വെച്ചോ. അടുത്താണ് ഡ്വെൻറ്റിൽ. നമ്മൾ പറയും ഡ്വാഡിലുമായിട്ട് വളരെ സിമിലർ ആയിട്ടൊരു വേർഡാണ് ഡ്വെൻറ്റിൽ. ഡ്വെൻറ്റിൽ കേട്ടിട്ടുണ്ടോ? ഡ്വെൻറ്റിൽ ഇവിടെ കേട്ടിട്ടുണ്ടോ? ഡ്വെൻറ്റിൽ എന്നൊരു വാക്ക്, ഡ്വെൻറ്റിൽ. ഡ്വിൻഡിൽ വേർബാണ്. ഡ്വിൻഡിൽ എവിടെയും കേട്ടിട്ടുണ്ടോ ഡ്വിൻഡിൽ എന്നൊരു വാക്ക്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഡ്വിൻഡിൽ എവിടെയും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും ഡ്വിൻഡിൽ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? ഡ്വിൻഡിൽ. ഒരുപാട് സിമിലർ മീനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡിമിനിഷ് ചെയ്യുക കേട്ടിട്ടുണ്ടോ? ലെസൺ ചെയ്യുക, കുറയുക, റെഡ്യൂസ് ചെയ്യുക. ഒരു കാര്യം കുറഞ്ഞു വരുന്നത് തന്നെയാണ് ഡ്വിൻഡിൽ പറയുക. ഡിമിനിഷ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക, ലെസൺ ചെയ്യുക എന്നൊക്കെ പറയും. റെഡ്യൂസ് ചെയ്യുക എന്നൊക്കെ പറയും. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡ്വിൻഡിൽ പറയാം. അതിൻ്റെ ആൻറ്റണിമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് increase, intensify. ഒരു സാധനത്തിന് ഇൻറ്റൻസിറ്റി കൂടുന്നതാണ് ഇൻറ്റൻസിഫൈ ചെയ്യുക, ഫ്ലറിഷ് ചെയ്യുക. അതൊക്കെ എൻ്റെ ആൻറ്റണിമായിട്ട് നമ്മൾ പറയും. ഓക്കെ, ഓർത്തോണം. അപ്പോൾ ഈ പറഞ്ഞ ഡ്വിൻഡിൽ എന്ന വാക്ക് വളരെ കോമൺ ആയിട്ട് traffic has dwindled. For 10 minutes. For the past 10 minutes. കഴിഞ്ഞ 10 മിനിറ്റ് ആയിട്ട്
ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. dwindled അല്ലേ? dwindled ഓർത്തോ. ഇവിടെ ഡ്വാഡിൽ എന്ന വാക്ക് ഞാൻ ഇതിന് സിമിലാരിറ്റി ഉള്ളതുകൊണ്ട് മാത്രം ഇട്ടാട്ടോ. ഇനി ഡ്വാഡിൽ എന്ന വാക്കിൻ്റെ അർത്ഥം വേസ്റ്റ് ടൈം. നമ്മൾ ടൈം വേസ്റ്റ് ആക്കുന്നതിന് നമ്മൾ എന്താ പറയുക, ഡ്വാഡ്ലി എന്ന് പറയാം. വെറുതെ ടൈം വേസ്റ്റ് ആക്കുകയാണ് നമ്മൾ. വെറുതെ പയ്യെ എന്താ പറയുക ഒരു കാര്യം വെച്ച് താമസിപ്പിക്കുന്നതിനൊക്കെ ഡ്വാഡ്ലി എന്ന് പറയാം. നമ്മൾ വെറുതെ സമയം താമസിപ്പിക്കുക എന്നൊക്കെ പറയില്ലേ. ഡ്വാഡിലല്ല, ഡോഡിൽ കേട്ടോ. ഇത് ഡ്വിൻഡിൽ, ഇറ്റ്സ് ഡോഡിൽ. ഡ്വാഡിൽ അല്ല, ഡോഡിൽ. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക വെച്ചിങ്ങനെ ഇഴയ്ക്കുക എന്നൊക്കെ പറയില്ലേ. നീ എന്തിനാ വെച്ച് ഇഴയ്ക്കണ, പയ്യെ ഇതാക്കുന്നത് എന്തിനാ? ലിങ്കർ ചെയ്യാന്നൊക്കെ നമ്മൾ പറയില്ലേ. നമ്മൾ വളരെ കോമൺ ആയിട്ട് വെക്കുന്നൊരു വാക്കാണ് ലിങ്കർ ചെയ്യുക. ഇറ്റ് ലിങ്കേഴ്സ്. ഇപ്പോഴും അതിങ്ങനെ ഇഴഞ്ഞ് പൊക്കോണ്ടിരിക്കുക. ഇറ്റ് മീൻസ് ഇറ്റ്സ് നോട്ട് ഹാപ്പനിങ് ഫാസ്റ്റ്, ഇറ്റ്സ് പയ്യെ ഇഴഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ് എന്ന് നമുക്ക് പറയും. ഒരു ഭയങ്കര സ്ലോ ആയിട്ട് പൊക്കോണ്ടിരിക്കുക എന്നൊക്കെ പറയും. ഡിലേ ആയിപ്പോട്ടെ, സ്റ്റോൾ ചെയ്യപ്പെടുക, ഡിലേ ആക്കുക, അതൊക്കെ പറയുന്നുണ്ട്. ഡോഡിലിന് ലിങ്കർ ചെയ്യുക, ഡിലേ ചെയ്യപ്പെടുക, സ്റ്റോൾ ചെയ്യപ്പെടുക. സ്റ്റോൾ ചെയ്യുമ്പോൾ അങ്ങനെയാണ് പയ്യെ ഒരു കാര്യം സ്ലോ ആയിട്ട് നടക്കുന്നതിനാണ് സ്റ്റോൾ ചെയ്യുക. അപ്പോൾ അങ്ങനെ സമയം വേസ്റ്റ് ആവുന്നതിന് നമുക്ക് എന്താ പറയുക, ഡോഡിൽ ചെയ്യാൻ പറയും. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഹറി, വേഗാട്ടെ അല്ലേ. ഹറി ചെയ്യുക എന്ന് പറഞ്ഞാൽ പെട്ടെന്നാവുക. ഹേസ്റ്റൻ എന്ന് പറഞ്ഞാൽ ധൃതി എന്നാണ്. ഹേസ്റ്റ് എന്ന് പറഞ്ഞാൽ ധൃതി, നൗണാണ്. ഹേസ്റ്റൻ ചെയ്യുക വേർബ്. അപ്പോൾ ഹേസ്റ്റൻ ചെയ്യുക മീൻസ് ക്വിക്കൻ, വേഗാട്ടെ, ക്വിക്കൻ ചെയ്യുക. സോ ഡോഡിലിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? ഹേസ്റ്റൻ അല്ലെങ്കിൽ ഹറി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഓർത്തോണേ, നമ്മൾ ഇവിടെ പറഞ്ഞനുസരിച്ച് ആൻറ്റണിംസ് ആണ് നമ്മുടെ ഫോക്കസ്. മറക്കല്ല, ആൻറ്റണിംസ് ആണ് ഫോക്കസ്. പക്ഷേ ആൻറ്റണിംസ് പഠിക്കണമെങ്കിൽ മീനിങ് അറിയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാത്തിനും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഞാനിതെല്ലാം ഒന്ന് യൂസ് ഓഫ് വേർഡ് എല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. സിമിലർലി the teacher warned the student that he will be punished if he dawdled again. ഇനി ഡോഡിൽ ചെയ്താൽ അവൻ അല്ലേ, വെറുതെ സമയം താമസിപ്പിച്ചാൽ അവൻ എന്ത് ചെയ്യപ്പെടും? പണിഷ് ചെയ്യപ്പെടും എന്ന് ടീച്ചർ അവനോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അതുപോലെ തന്നെ സെൻറ്റൻസസ് ഫ്രെയിം ചെയ്യണം. ഹേസ്റ്റൻ, മറക്കല്ലേ, ഡോഡൽ. പുതിയ കുറച്ച് വാക്കുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹി ഡോഡൽ 2 years for UPSC exam. He wasted അല്ലേ. ഓക്കെ, ഡോഡൽ 2 years for UPSC exam. That's great. ഡിമിനിഷിങ് ഗ്രാജുവലി ഇൻ സൈസ്. യെസ്, അതാണ് ഡ്വിൻഡിൽ എന്ന് പറയുന്നത്. ഡിമിനിഷ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുക പോലെ അല്ലേ. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അടുത്തോട്ട് നോക്കാമല്ലോ. നെക്സ്റ്റ് വൺ, പില്ലജ്. വാട്ട് ഇസ് പില്ലജ്? വില്ലേജ് കേട്ടിട്ടുണ്ടായിരിക്കും. വില്ലേജ് നമ്മൾ കേട്ടിട്ടുണ്ട്. പില്ലജ് നമ്മൾ ഇതുവരെ കേട്ടില്ല. പില്ലജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയ് ചെയ്യണം, നശിപ്പിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, പില്ലജ് ചെയ്യുക. പ്ലണ്ടർ ചെയ്യുക പറയും. പ്ലണ്ടറും സെയിം മീനിങ് ആണ് കേട്ടോ. പ്ലണ്ടർ അല്ലെങ്കിൽ പ്ലണ്ടറും നശിപ്പിക്കുക എന്നർത്ഥം. പ്ലണ്ടർ ചെയ്യുക, നശിപ്പിക്കുക. പില്ലജ് ചെയ്യുക, നശിപ്പിക്കുക. ഇതിൽ നമ്മൾ നശിപ്പിച്ച് കളയുന്നതിനാണ് പ്ലണ്ടർ ചെയ്യുക പറയും. പ്ലണ്ടർ. സിമിലർലി അടുത്തൊരു വാക്കാണ് പില്ലജ്. ഡിസ്ട്രോയ് നമ്മൾ കേട്ടുള്ള വാക്കാണ്. ഡിസ്ട്രോയ് അല്ലേ, നശിപ്പിച്ച് കളയുന്നത്. പക്ഷേ ഒരു സാധനം നമ്മൾ നശിപ്പിക്കുന്ന ഒരു സാധനത്തിൽ നമ്മൾ എന്താ ചെയ്യുക? കൺസ്ട്രക്ട് ചെയ്യും, പണിതെടുക്കുക, പ്രൊട്ടക്ട് ചെയ്യുക എന്നൊക്കെ പറയും അല്ലേ. കൺസേർവ് ചെയ്യുക എന്നൊക്കെ പറയും. അപ്പോൾ ഈ വാക്കുകൾ, വില്ലേജ് എന്ന വാക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ പറയാം? കൺസേർവ്. ഒരു കാര്യത്തിനെ കൺസേർവ് ചെയ്ത് വെക്കാം അല്ലേ, സംരക്ഷിച്ച് വെക്കാം. പ്രൊട്ടക്ട് ചെയ്യാം, സേഫ് ഗാർഡ് ചെയ്യാം അല്ലേ. പ്രൊട്ടക്ട് ചെയ്യാൻ, കൺസ്ട്രക്ട് ചെയ്യാം, പണിയാം, ബിൽഡ്. ഒരു കാര്യത്തിന് പണിയാം, പണിതെടുക്കാം. നശിപ്പിക്കുക, ഒരു പണിയാം ഒരു കാര്യത്തിന്. പണിയുക അല്ലേ. പണിയ ഈസ് ഓപ്പോസിറ്റ് ഓഫ് ഡിസ്ട്രോയ് അല്ലേ. കൺസ്ട്രക്ട് ഈസ് ഓപ്പോസിറ്റ് ഓഫ് ഡിസ്ട്രോയ്. കൺസ്ട്രക്ട് ചെയ്യുക, ഡിസ്ട്രോയ് ചെയ്യുക. പ്രൊട്ടക്ട് അതുപോലെ തന്നെ ഒരു വാക്കാണ്. കൺസേർവ്, റിസർവ് അതൊക്കെ അതുപോലെ ഒരു വാക്കാണ് അല്ലേ. നോക്കി എക്സാമ്പിൾ നോക്കി. ദ ടെററിസ്റ്റ് പില്ലജ്ഡ് ദ സിറ്റി. ടെററിസ്റ്റ് പില്ലജ്ഡ് ദ സിറ്റി. ആ സിറ്റിയെ നശിപ്പിച്ചു. നമ്മൾ പറയാലോ റൂയിൻ ചെയ്യുക അല്ലേ. ഇതിന് സിമിലർ മീനിങ് ഒരുപാടുണ്ട് കേട്ടോ. സിമിലർ മീനിങ് ഒരുപാടുണ്ട്. അതായത് ഡിസ്ട്രോയ് ചെയ്യുക, റൂയിൻ ചെയ്യുക അല്ലേ. റൂയിൻ ചെയ്യുക, അതൊക്കെ ഇതിന് മീനിങ് ആണ് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും സിമിലറായ വാക്കുകൾ നിങ്ങളവിടെ കണ്ടിട്ട് അത് സിനോണിമാണെന്ന് ഓർത്ത് വെക്കണം. ഓപ്പോസിറ്റ് ആകുമ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മീനിങ് വേർഡ് വരണം. ഓക്കെ, ദ റോബർട്ട്സ് പില്ലേജ് ദ ബാങ്ക്. ദാറ്റ്സ് ഗ്രേറ്റ് അല്ലേ. നശിപ്പിച്ചു, ബാങ്ക് നശിപ്പിച്ചു മൊത്തത്തിൽ എന്ന് പറയാം. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാലോ. ദ നെക്സ്റ്റ് വൺ ഇസ് നോക്ഷ്യസ്. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നോക്ഷ്യസ് എന്ന വാക്ക്. ഇറ്റ് ഇസ് നോക്ഷ്യസ്. കേട്ടിട്ടുണ്ടോ? നോക്ഷ്യസ് ഇസ് ഹാംഫുൾ. ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള സാധനത്തിനാണ്. ഡെഡ്ലി, മരണം വരെ സംഭവിക്കാം. നമ്മൾക്ക് മരണം വരെ സംഭവിക്കുന്ന ഒരു സാധനത്തിന് നമുക്ക് എന്താ പറയാം? ഡെഡ്ലി ആണെന്ന് പറയും, അല്ലെങ്കിൽ ഫെയ്റ്റൽ ആണെന്ന് പറയും അല്ലേ. നമുക്ക് മരണം വരെ സംഭവിക്കുന്ന സാധനത്തിന് ഫെയ്റ്റൽ അല്ലേ. മരണം വരെ സംഭവിക്കുമെങ്കിൽ ദാറ്റ് ഇസ് ഫെയ്റ്റൽ, ഹാംഫുൾ, ഡെട്രിമെന്റൽ അല്ലേ, അങ്ങനെയൊക്കെ പറയും. ഇതൊക്കെ സിനോണിംസ് ആണ്. ഈ ഡെട്രിമെന്റലൊക്കെ ഓർക്കണം. വളരെ എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള സിനോണിംസ് ആണ് ഇതൊക്കെ. ഡെട്രിമെന്റൽ വളരെ ഇതായിട്ട് ഉപയോഗിക്കുന്നു. പ്രിക്കാരിയസ്.
ഈ വാക്കുകളൊക്കെ നേരത്തെ വന്നിട്ടുണ്ട് എക്സാമിന്. സിനണിംസ് ആട്ടോ ഇതൊക്കെ, സിനണിം വാക്കുകളാണ്. നോക്ഷ്യസ് എന്ന വാക്കിന് അഡ്ജക്റ്റീവ് ആണ് നോക്ഷ്യസ്. IOS വാക്കുകൾ പരമാവധി ശ്രദ്ധിച്ചാൽ അതെല്ലാം അഡ്ജക്റ്റീവ് ആയിരിക്കും കേട്ടോ. IOS വാക്കുകളൊക്കെ പ്രത്യേകിച്ച് അഡ്ജക്റ്റീവ് ഫോർമുലേഷൻസ് ആയിരിക്കും. ആൻഡ് ഈ പറയുന്ന IOS വാക്കുകൾക്കൊക്കെ എന്തുണ്ട്, വളരെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. അതനുസരിച്ചുള്ള ഫോർമുലേഷൻസ് നിങ്ങൾ കാണുകയും ഇപ്പോൾ പ്രിക്കാരിയസ് കണ്ടില്ല, കോഷ്യസ് കണ്ടിട്ടില്ലേ, അതൊക്കെ OUS വാക്കുകൾ തന്നെ. നെഫ്രീരിയസ് അങ്ങനെയുള്ള വാക്കുകൾ കുറേ ഉണ്ട്. അതെല്ലാം IOS വാക്കുകളെല്ലാം അഡ്ജക്റ്റീവിൽ പെടുന്നതാണ്. അബ്നോക്ഷ്യസ് അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. അതുപോലെ എക്സാമ്പിൾ, യെസ്, അതിൻ്റെ സിനണിംസ് നോക്കാം നമുക്ക്. സിനണിംസ് എക്സാമ്പിൾ നോക്കാം. ഡെഡ്ലി മരണം വരെ സംഭവിക്കാം, ഫെയ്റ്റൽ മരണം വരെ സംഭവിക്കാൻ, ഹാംഫുൾ ആണ്, ഡിട്രിമെൻ്റൽ ആണ്, പ്രിക്കാരിയസ് ആണ്. അതെല്ലാം ഒരാൾക്ക് അല്ലേ ഹാംഫുൾ ആവുന്ന എന്നുള്ള അർത്ഥം വരുന്ന സാധനമാണ് കേട്ടോ. ഇനി ആൻറ്റണിം. അപ്പോൾ അതിൻ്റെ ആൻറ്റണിം എന്താണ്? ലുക്ക് അറ്റ് ദി ആൻറ്റണിം. ഹെൽപ്ഫുൾ ആണ് അല്ലേ, യൂസ്ഫുൾ ആണ്, ഹെൽപ്ഫുൾ ആണ്, കൈൻഡ് ആണ് അല്ലേ. ഡെഡ്ലി ആയിട്ടുള്ള കൈൻഡ് പറയാം, ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കൈൻഡ് പറയാം. ബെനഫിഷ്യൻ്റ് അല്ലേ, ബെനഫിഷ്യൻ്റ് ആണ്, ബെനഫിഷ്യൽ ആണ്, അഡ്വാൻറ്റേജസ് ആണ്, ഹാംലെസ് ആണ് എന്നൊക്കെ എൻ്റെ ആൻറ്റണിം ആയിട്ട് പറയാം അല്ലേ. ഒരു കാര്യത്തിന് ബെനഫിഷ്യൽ ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് അല്ലേ, ഒരു കാര്യം ബെനഫിഷ്യൽ ആണെന്ന് ഉപകാരമുണ്ട്, ബെനഫിഷ്യൽ, യൂസ്ഫുൾ. അതൊക്കെ നമുക്ക് ആൻറ്റണിം ആയിട്ട് പറയാറുണ്ട് അല്ലേ. ബെനഫിഷ്യൽ ആണ്, യൂസ്ഫുൾ ആണെന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആൻറ്റണിം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കുകളുമാണ് അല്ലേ. അപ്പോൾ എക്സാമ്പിൾ നോക്കിയേ, ദിസ് ഈസ് എ നോക്ഷ്യസ് കെമിക്കൽ. ഇതൊരു നോക്ഷ്യസ് ആയിട്ടുള്ള കെമിക്കലാണ്, ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കലാണ് അല്ലേ. ഈ ഒരു കെമിക്കൽ ഭയങ്കര ഹാംഫുൾ ആണ്, പ്രിക്കാരിയസ് ആണ്, ഡെട്രിമെൻ്റൽ ആണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. സോ ദാറ്റ്സ് ഇറ്റ്. ഓർത്ത് വെച്ചോട്ടോ. അപ്പോൾ ഓർത്തോണേ, നമ്മളൊരു കാര്യം ഈ ഡെട്രിമെൻ്റൽ എന്ന വാക്കിൻ്റെ ഒക്കെ ഇതായിട്ട് നമ്മൾ പറയാറുണ്ട്. ഒരു വാക്കിനോട് അതിന് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണെങ്കിൽ നമ്മൾ കൺഡ്യൂസീവ് എന്ന് പറയും. ഒരു കാര്യത്തോട് കൺഡ്യൂസീവ് ആണെന്ന് പറഞ്ഞാൽ അതിന് നല്ലതാണ്, ഇറ്റ് ഈസ് ഗുഡ് ഫോർ ഇറ്റ് അല്ല, ഇറ്റ്സ് ഗുഡ് ഫോർ ദാറ്റ് എന്ന് പറയും. ഇറ്റ്സ് കൺഡ്യൂസീവ് ടു ദാറ്റ്, ഇതിൻ്റെ ഗ്രോത്തിന് ഇത് ഭയങ്കര കൺഡ്യൂസീവ് ആണെന്ന് പറയും. ഡെട്രിമെൻ്റലിൻ്റെ ഓപ്പോസിറ്റാണ് കൺഡ്യൂസീവ്. നമ്മൾ പറയാറുണ്ട് ഡെട്രിമെൻ്റൽ എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയുന്നൊരു വാക്കാണ് കൺഡ്യൂസീവ്. ഡെട്രിമെൻ്റൽ ഹാംഫുൾ ആണെന്നാണ് അർത്ഥം. കൺഡ്യൂസീവ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്, ഇറ്റ്സ് ബെനഫിഷ്യൽ ഫോർ സംതിങ് എന്നുള്ള അർത്ഥമാണ്. കൺഡ്യൂസീവ് ടു ആണ് പറയുക. കൺഡ്യൂസീവിനോട് നമ്മൾ കൊടുക്കുന്നത് പ്രിപ്പോസിഷൻ ഈസ് ടു ആണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ, സിമിലർ അല്ലേ. അപ്പോൾ ഇതൊക്കെ ഓർത്ത് വെച്ചിട്ട് ഈ വാക്കുകളൊക്കെ നോട്ട് ചെയ്തോണം കേട്ടോ. കാരണം ബൈ ചാൻസ് ഈ വാക്കുകളിൽ ഏതെങ്കിലും ഒരു വാക്കുകൾ നമുക്ക് അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ ഇടുന്ന അതേ വാക്കുകൾ തന്നെയാണെന്നില്ല, അതിൻ്റെ സിമിലർ ആയിട്ടുള്ള വാക്കുകൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവണം ഈ വാക്കിനൊക്കെ ഇന്ന മീനിങ് ഉണ്ട്, ഇത് സിനണിംസ് ആയിട്ട് ഈ വാക്കുകൾ വരുന്നുണ്ട്, അപ്പോൾ ഇന്ന വാക്കിൻ്റെ ആൻറ്റണിമായിട്ട് ഇതിനെ ഉപയോഗിക്കാം, അങ്ങനെ ഒരു കണക്ഷൻ. ആ ഒരു വേർഡ്സ് പഠിക്കുമ്പോൾ എപ്പോഴും കണക്റ്റഡ് ആയിട്ട് പഠിച്ചാലേ നമുക്ക് ഗുണം ഉണ്ടാവുള്ളൂ. ഇല്ല പിന്നെ അതുകൊണ്ട് എന്താ ഉണ്ടാവില്ല, ഭാവിയിലേക്ക് ഒരു ഗുണം നമുക്ക് വരില്ല. സോ ആ ഭാവിയിലെ ഗുണമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. യു ഹാവ് ടു ബി ഫ്യൂച്ചറിസ്റ്റിക് അല്ലേ. നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് ഇങ്ങനൊരു ഗുണം ഉണ്ടാവും നാളെ എന്നൊരു ഫീൽ നമുക്ക് വേണം. ഓക്കെ, സെൻറ്റൻസ് ഫ്രെയിം ചെയ്തോളൂ കേട്ടോ, സെൻറ്റൻസ് ഫ്രെയിം ചെയ്തോളൂ, അതിൽ മടി കാണിക്കണ്ട. ഓക്കെ, സോ മൂവിങ് ഓൺ. നോക്ഷ്യസ് അപ്പോൾ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. മൂവിങ് ടു അനദർ വേർഡ്, ദാറ്റ് ഈസ് പെർസ്പിക്കേഷ്യസ്. പെർസ്പിക്കേഷ്യസ്, നമ്മൾ പെർസ്പിക്കേഷ്യസിൽ ഇതൊരു ഉപയോഗിക്കുന്ന ഒരു വാക്ക്. ഇറ്റ്സ് എ ലോങ് വേർഡ്, പെർസ്പിക്കേഷ്യസ്. പെർസ്പിക്കേഷ്യസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ പറയും എന്താ പെർസെപ്ഷണൽ അല്ലെങ്കിൽ ഒബ്സർവൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്താ പറയുക വളരെ അലേർട്ട് ആയിട്ടുള്ള, വളരെ കോഷ്യസ് ആയിട്ടുള്ള നമുക്ക് പറയും. നമുക്കൊരു ചിന്ത അതിനെപ്പറ്റി ഒരു അലേർട്ട് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണ്. വി ആർ അലേർട്ട് അബൌട്ട് സംതിങ്, യു ആർ ഒബ്സർവൻ്റ് അബൌട്ട് സംതിങ്, യു ആർ വിജിലൻ്റ് അബൌട്ട് സംതിങ്. ഒരു കാര്യത്തിനോട് നമ്മൾ ഭയങ്കര വിജിലൻ്റ് ആയിട്ട്, അതിന് നമ്മൾ വളരെ കോഷ്യസ് ആയിട്ട്, നമ്മൾ ശ്രദ്ധയോടെ, നമ്മൾ ഭയങ്കരമായിട്ട് കോഷ്യസ് ആയിട്ട് അതിനെ ശ്രദ്ധയോടെ കാണുന്നുണ്ടെങ്കിൽ, ദാറ്റ് ഇസ് ശ്രദ്ധയോടെ അതിനെ നോക്കിയിരിക്കുകയാണ്. യു ആർ അലേർട്ട് അബൌട്ട് ദാറ്റ് തിങ്. ആ കാര്യത്തെപ്പറ്റി നമുക്ക് നല്ലൊരു കോൺഷ്യസ് ആയിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ട്. യു ആർ അവെയർ അബൌട്ട് ഇറ്റ്, യു ആർ കോഷ്യസ് അബൌട്ട് ഇറ്റ്. ഞാൻ പറഞ്ഞ IOS വാക്കുകൾക്ക് അഡ്ജക്റ്റീവ് എന്നുള്ളത് ഇത് കണ്ട അഡ്ജക്റ്റീവാണ്. ഒബ്സർവൻ്റ് ആണ്, അല്ലെങ്കിൽ അലേർട്ട് ആണ്, വിജിലൻ്റ് ആണ്, കോഷ്യസ് ആണ് എന്നൊക്കെ പറയുന്ന വാക്ക് ഇതിൻ്റെ സിനണിമായിട്ട് വരുന്ന വാക്കാണ് കേട്ടോ. ഇതിൻ്റെ സിനണിമായിട്ട്, അതായത് നമ്മൾ എന്താ വാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പോൾ പെർസ്പിക്കേഷ്യസ് ആണ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം ഒരാൾ ഭയങ്കര വിജിലൻ്റ് ആണ് അല്ലെങ്കിൽ അലേർട്ട് ആണ് എന്ന അർത്ഥത്തിൽ പറയുന്നതാണ് കേട്ടോ. എന്നാൽ അതേ സമയത്ത് നോക്കണേ, ഇതേ വാക്കിൻ്റെ ഓപ്പോസിറ്റ് എന്താ? ഇഗ്നറൻ്റ് ആണ്. നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാറ് പോലും ഇല്ല. വി നെഗ്ലക്റ്റ് ഇറ്റ് അല്ലേ. യു നെഗ്ലക്റ്റ് ഇസ് നെഗ്ലിജൻറ്റ്, ഇഗ്നറൻറ്റ്, അൺഒബ്സർവൻ്റ് എന്നൊക്കെ പറയാം. അതിനെ അതിനെ ഇഗ്നോർ ചെയ്യാണ്. അതിന് എന്താ പറയുക, യു ആർ നോട്ട് ഗിവിങ് ഇമ്പോർട്ടൻസ് ടു ദാറ്റ് തിങ്, യു ആർ നോട്ട് ഒബ്സർവിങ് ഇറ്റ്, യു ആർ അൺഒബ്സർവൻ്റ് അബൌട്ട് ദാറ്റ് തിങ്. അതിനെപ്പറ്റി നമ്മൾ അൺഒബ്സർവൻ്റ് ആണ്, യു ആർ ഇഗ്നോറൻറ്റ്. മാത്രമല്ല യു ആർ നെഗ്ലക്റ്റിങ്, നെഗ്ലിജൻറ്റ് അല്ലേ. നെഗ്ലക്റ്റ് ചെയ്യുന്നതിന് എന്ത് പറയും? നെഗ്ലിജൻറ്റ്. നെഗ്ലക്റ്റ് ചെയ്യുന്നതിൻ്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ് നെഗ്ലിജൻറ്റ്. അപ്പം നെഗ്ലിജൻറ്റ്, ഇഗ്നറൻ്റ് ഒക്കെ നമുക്ക് എന്ത് പറയാം, എന്താ പറയുക, പെർസ്പിക്കേഷ്യസിൻ്റെ ഓപ്പോസിറ്റായിട്ട് ആൻറ്റണിമായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണെന്ന് പറയാം.
Okay, look at the sentences. The CDI officers are always perspicacious with their case. അവരവരുടെ കേസുമായിട്ട് ഭയങ്കര അലേർട്ട് ആയിരിക്കും അല്ലെ. they are always alert. എന്ത് വേണമെങ്കിലും സംഭവിക്കും, എൻ്റെ കാര്യത്തിൽ ഭയങ്കര അലേർട്ട്, എന്തെങ്കിലും സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്യും അവർ. ബിക്കോസ് ദേ ആർ ക്രിട്ടിക്കലി എക്സാമിനിങ് തിങ്സ് അല്ലെ. നമ്മൾ ഏതൊരു ഓഫീസേഴ്സും ഈ പറയുന്ന പോലെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസേഴ്സ് ഒക്കെ എപ്പോഴും അങ്ങനെ ആയിരിക്കും അല്ലെ. ദേ ആർ റിയലി അലേർട്ട് ഓർ കോൺഷ്യസ് അബൌട്ട് വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് ദം ഓർ വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് ദ കേസ് ദാറ്റ് ദേ ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് അല്ലെ. അത് ഭയങ്കരമായിട്ട് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. സോ ലെറ്റ്സ് സീ, നമുക്ക് അടുത്ത ഇതിലോട്ട് പോട്ടാം. സെന്റൻസസ് നമ്മുടെ. കൊറോണ ഈസ് എ ഡെഡ്ലി വൈറസ്. യെസ്, കൊറോണ ഒരു ഡെഡ്ലി വൈറസ് ആണ്. ഇറ്റ്സ് ഹാംഫുൾ ആയിരുന്നു അല്ലേ. ഒരുപാട് പേര് മരണത്തിന് കാരണമായത്. അനു is perspicacious in her studies. Yes, she's alert, she's vigilant, she's observant in her studies. That's great. Okay, അടുത്തലോട്ട് പോകാം നമുക്ക്. And the next word, that is fervent. Fervent നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഒരു കാര്യത്തോട് നമ്മൾ ഭയങ്കര enthusiastic ആണ്. ഒരു കാര്യത്തോട് ഭയങ്കര നമ്മൾ എന്താ പറയുക, താല്പര്യത്തോടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ you are so much into something. You're fervent about something. You're enthusiastic about something. You are passionate about something. ഒരു കാര്യത്തോട് നമ്മൾ ഭയങ്കര പാഷനറ്റാണ് നമ്മൾ. ardent about something. ഒരു കാര്യത്തിനോട് എന്തായാലും അതിനെപ്പറ്റി നമുക്ക് ഭയങ്കര enthusiasm. You are so active about it. അതുപോലെ തന്നെ you are ardent. വളരെ enthusiastic ആയിട്ട് വളരെ ardent ആണ് അല്ലേ. അതിനോട് ഭയങ്കര അതിനോട് ഭയങ്കര താല്പര്യത്തോടെ നിൽക്കുന്ന ആണെങ്കിൽ നമുക്ക് പറയാം നമ്മൾ പാഷനറ്റ്. സ്പെല്ലിംഗ് മനസ്സിലായി. പാഷനറ്റ് സ്പെല്ലിംഗ് മാർക്ക് കേട്ടോ. പാഷനറ്റ് ആണ്, ardent ആണ്, enthusiastic ആണ്. fervent is an adjective. പാഷനറ്റ് ആണ്, ardent ആണ്, enthusiastic ആണ് മീനിങ്. ആന്റണിം എന്താ? അപ്പത്തറ്റിക് ആണ്, നിർവികാരത, പ്രത്യേകിച്ച് ഒരു വികാരവും ഇല്ല, ഡള്ളായിട്ടിരിക്കുകയാണ്. യു നോട്ട് ബോതേർഡ് അബൌട്ട് ദാറ്റ് അല്ലെ. യു ആർ ഇൻസിപ്പിഡ് അല്ലെ. എന്താ പറയുക, നമ്മൾ പറയില്ല എന്താ പറയുക, സെൻസ്ലെസ് അബൌട്ട് സംതിങ്. അതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു സെൻസും ഇല്ലാതെ യു ആർ സെൻസ്ലെസ്, ഒരു ഇതും ഇല്ല, സെൻസും ഇല്ലാണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ നിർവികാരമായിട്ടിരിക്കുന്നത് നമ്മൾ എന്താ പറയാ, എന്താ പറയുക, ഇൻസിപ്പിഡ്, ഒരു താല്പര്യമില്ലാതെ അല്ലെ. ഒരു കാര്യത്തോട് നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല, നമ്മൾ ഭയങ്കര ഇൻസിപ്പിഡ് ആയിട്ടിരിക്കുകയാണ്, വികാരമില്ലാത്ത, ഇൻസിപ്പിഡ്. സെൻസ്ലെസ് ഒക്കെ ആയിട്ടിരുന്ന, സെൻസ്ലെസ് അല്ല, ഇൻസെൻസിറ്റീവ് എന്ന് കൊടുക്കുക. കുറച്ചുകൂടി ബെറ്റർ വേർഡ് ഇസ് ഇൻസെൻസിറ്റീവ് കൊടുക്കാം. ഇൻസെൻസിറ്റീവ് ടുവേർഡ് സംതിങ്. ഒരു കാര്യത്തോട് പ്രത്യേകിച്ച് സെൻസിറ്റിവിറ്റി ഒന്നും നമുക്കില്ല, ഇൻസെൻസിറ്റീവ് പറയും. ദാറ്റ് ഇസ് ദ വേർഡ്, ഇൻസെൻസിറ്റീവ്. അതാണ് കുറച്ചുകൂടി നല്ല വേർഡ്. യാ, പ്രോപ്പർ വേർഡ് അതാണ്. സോ വി ഗിവ് അപ്പത്തറ്റിക് ആണ്. അപ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ നിർവികാരത, ഡൾ, താല്പര്യമില്ലാണ്ടിരിക്കുക, ബോറടിച്ചിരിക്കുക, ഇൻസെൻസിറ്റീവ് ആകുക, ഇൻസിപ്പിഡ്. അതൊക്കെയാണ് ഫെർവെന്റ് എന്ന വാക്കിന്റെ ആന്റണിമായിട്ട് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഫെർവെന്റ്, പാഷനറ്റ്, എന്തൂസിയാസ്റ്റിക്, ആർഡന്റ് എന്നൊക്കെയാണ് മീനിങ് വരിക. ഹീസ് എ ഫെർവെന്റ് ചൈൽഡ്. അവനൊരു ഭയങ്കര ഫെർവെന്റ് ചൈൽഡ് ആണ്. ഫെർവെന്റ് ആണെന്ന് പറഞ്ഞാൽ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ചൈൽഡ് ആണ് എന്ന് പറയാം. ഫെർവെന്റ് ഈസ് എ പോസിറ്റീവ് അഡ്ജക്റ്റീവ് കേട്ടോ. പോസിറ്റീവ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു അഡ്ജക്റ്റീവ് ആണ് ഫെർവെന്റ്. ഓർത്ത് വെച്ചോളാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ആസ്ക് മീ. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വൺ, ദാറ്റ് ഈസ് ഫിറ്റ്ഫുൾ. ഫിറ്റ്ഫുൾ ആണ്. എന്താണ് ഫിറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ? മാറ്റം വരാം അല്ലെ. ഫിറ്റ്ഫുൾ ആണെന്ന് വെച്ചാൽ മാറ്റം വരാം, എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. ഫ്ലക്ച്വേറ്റിംഗ് ആണ്. ഇന്റർമിറ്റന്റ് എന്നൊക്കെ നമ്മൾ മഴയെ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് അത് ചേഞ്ച് ചെയ്യാം, വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. ഇറ്റ്സ് ചേഞ്ചിങ് അല്ലേ. ഇറ്റ്സ് കോൺസ്റ്റന്റ്ലി ചേഞ്ചിങ് എന്നർത്ഥം പറയാം. constantly changing. Varying, variable പറയില്ല, varying പറയും നമ്മൾ അല്ലേ. fluctuating, intermittent, ഇടയ്ക്കിടയ്ക്ക് വരുന്ന, intermittent അങ്ങനെയാണ്. ഇടതൂർന്ന് നമ്മൾ പറയില്ലേ മഴയൊക്കെ ഇന്റർമിറ്റന്റ് ആണെന്ന് പറയും. ദാറ്റ് മീൻസ് ഇടയ്ക്ക് വരും പിന്നെ മഴ ഉണ്ടാവില്ല, ചില സമയത്ത് മഴ വരും ചില സമയത്ത് മഴ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. ദാറ്റ് ഈസ് ഫ്ലക്ച്വേറ്റിംഗ്, വന്ന് പോവാ. സോ കോൺസ്റ്റന്റ്ലി ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, വേരി ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ദാറ്റ് ഈസ് ഇന്റർമിറ്റന്റ് ആണ്. ദാറ്റ് ഈസ് ഫിറ്റ്ഫുൾ. അതാണ് ഫിറ്റ്ഫുൾ എന്ന് പറഞ്ഞാൽ. ഫിറ്റ്ഫുൾ കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഫുള്ള് പറയില്ലേ, ലൈക്ക് ഹെൽപ്ഫുൾ, യൂസ്ഫുൾ, ആ വാക്കുകളൊക്കെ നോക്കി അഡ്ജക്റ്റീവ് അല്ലേ, ഫുൾ അവസാനിക്കുന്ന വാക്ക്. സിമിലർലി ഈ ഫിറ്റ്ഫുള്ളും അഡ്ജക്റ്റീവ് ആണ്. അപ്പം അതിൻ്റെ ആന്റണിം എന്തായിരിക്കും? കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുക. ഇറ്റ്സ് പെർപ്പച്വൽ ആണ്. ഇത് ഇടതൂർന്ന് ഉള്ള വല്ലപ്പോഴും വരുന്ന സാധനമല്ല. ഇറ്റ്സ് കണ്ടിന്യൂസ്, പെർപ്പച്വൽ ആയിട്ട് ലാസ്റ്റിംഗ് ആണ് അല്ലേ. ഇറ്റ്സ് ലാസ്റ്റിംഗ് അല്ലേ, ലാസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇറ്റ്സ് ലാസ്റ്റിംഗ്, ചേഞ്ച് ചെയ്തുകൊണ്ട് പോകല്ല, ഇറ്റ്സ് ലാസ്റ്റിംഗ് ആൻഡ് ഇറ്റ്സ് പെർപ്പച്വൽ ആണ്. റെയിൻഫോളിനെ പറ്റി നമ്മൾ പറയും പെർപ്പച്വൽ റെയിൻഫോൾ എന്ന് പറയുന്നത്. ലാസ്റ്റ് ചെയ്യുന്ന കുറേ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കുന്ന, കോൺസ്റ്റന്റ് ആയിട്ടുള്ള എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയാം ലാസ്റ്റിംഗ് ആണെന്നൊക്കെ പറയും. So similarly, that is fitful ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പറയുന്ന വാക്കാണ്.
എക്സാമ്പിൾ നോക്കാം. ആസ് ലോങ് ആസ് ഹിസ് ബ്രീതിങ് ഇസ് ഫിറ്റ്ഫുൾ, അവൻ്റെ ബ്രീതിങ് ഫിറ്റ്ഫുൾ ആണെങ്കിൽ, കണ്ടിന്യൂസ് ആണെങ്കിൽ, ഹി വിൽ കണ്ടിന്യൂ ടു നീഡ് ആൻ ഓക്സിജൻ മെഷീൻ. അല്ലേ? ഇൻ്റർമീഡിയൻ്റ് ആയിട്ട് ഇടയ്ക്കിടെ ഇടതൂർന്ന് ശ്വസിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഓക്സിജൻ മെഷീൻ്റെ ആവശ്യമില്ല. ഇല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ഓക്സിജൻ മെഷീൻ്റെ ആവശ്യമുണ്ട്. കാര്യം അവൻ കണ്ടിന്യൂസ് ആയിട്ട് ബ്രത്ത് എടുക്കുന്നൊരു ആളാണെങ്കിൽ, ബ്രത്ത് എടുക്കുന്നുണ്ടെങ്കിൽ, ചില സമയത്തല്ലേ ചില ആൾക്കാരുടെ ഫിസിക്കൽ കണ്ടീഷൻ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഡോക്ടർ എങ്ങനെയാണ് ഇനി ഇങ്ങനെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കും. ഡോക്ടറോട് നമ്മൾ പറയുമ്പോൾ ഡോക്ടർ പറയില്ലേ, ഇങ്ങനെയാണ് കേട്ടോ, അപ്പോൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി, ഇടതൂർന്നാണ് എങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ല, ഇല്ലെങ്കിൽ ഓക്സിജൻ മെഷീൻ ഇല്ലാതെ ഓക്സിജൻ സപ്പോർട്ട് ഇല്ലാണ്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുക. കേട്ടോ. സോ ദാറ്റ് ഈസ് ഫിറ്റ്ഫുൾ. മാർക്കരുത്, വേർഡ് ഈസ് ഫിറ്റ്ഫുൾ. നമ്മൾ കുറേ പുതിയ വാക്കുകൾ പഠിക്കുന്നുണ്ട് കേട്ടോ. പുതിയ വാക്കുകളൊന്ന് ഓർത്ത് വെച്ചോണം. അതിന് സിമിലർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള നേരത്തെ വാക്കുകളും കൂടി ഒന്ന് കണക്ട് ചെയ്ത് പഠിച്ചോണം. വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മൾ കേട്ടൊരു സെൻറ്റൻസ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഷീ ഈസ് ഫെർവൻറ്റ് ടു ഹെർ ഫാമിലി മാറ്റർ, ഷീ ഈസ് എൻതൂസിയാസ്റ്റിക്, ഷീ ഈസ് പാഷനറ്റ് അബൌട്ട് ഹെർ. പാഷനറ്റിനോട് അഡ്ജക്റ്റീവ് അബൌട്ട് കൊടുക്കാം. ഹി വാസ് എ ഫെർവൻറ്റ് സപ്പോർട്ടർ ഓഫ് ഹിസ് ലോക്കൽ ഫുട്ബോൾ ടീം. യെസ്, ഫെർവൻറ്റ് സപ്പോർട്ടർ നമ്മൾ ഒരുപാട് കോമൺ ആയിട്ട് പറയുന്ന ഒരു വാക്കാണ്. ഫെർവൻറ്റ് സപ്പോർട്ടറാണ്, ഭയങ്കര പാഷനറ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ടറാണെന്ന് പറയും. റെയിൻ ഇസ് ഫിറ്റ്ഫുൾ ഇൻ എവറി 2 hours. എല്ലാ 2 മണിക്കൂറിൽ ഇടവിട്ടാണ് മഴ പെയ്യുന്നത്, അല്ലേ? ചില സമയത്ത് നമ്മൾ മഴയെപ്പറ്റി പറയുമ്പോൾ പറയണം, മഴ ഇങ്ങനെ ഒരു ഇടതൂർന്നാണ് വരുന്നത്, അതുകൊണ്ട് മഴയുടെ ഒരു അവസ്ഥ അതാണ്, അല്ലേ പറയാം. ഐ ഹാഡ് എ ഫിറ്റ്ഫുൾ നൈറ്റ് സ്ലീപ്പ്. നൈറ്റ് സ്ലീപ്പ് കൊടുക്കണ്ട, അത് ഗ്രാമാറ്റിക്കലി തെറ്റാട്ടോ. ഇങ്ങനെ കൊടുത്താൽ ഐ ഹാഡ് എ ഫിറ്റ്ഫുൾ നൈറ്റ് സ്ലീപ്പ് അത് മതി. രാത്രി ഉറക്കം എൻ്റെ ഫിറ്റ്ഫുള്ളായി, അത്ര എന്തില്ല, ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടാണ് കിട്ടിയത് എന്ന് പറയാം. അല്ലാതെ അവിടെ കയറി നൈറ്റ്സിൻ്റെ സ്ലീപ്പ് ഒന്നും കൊടുക്കണ്ട. അപ്പസ്ട്രോഫിയുടെ ആവശ്യമില്ല കേട്ടോ രൂപിക. ഓക്കെ, അത് ഗ്രാമാറ്റിക്കലി എററാ വരിക. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അടുത്ത് പോവാം. നെക്സ്റ്റ് വൺ, ഫ്ലൗട്ടിയ. വാട്ട് ഈസ് ഫ്ലൗട്ട്? ഫ്ലൗട്ട് ഈസ് വേർബ് കേട്ടോ. ഫ്ലൗട്ടിയ വേർബ്. നമുക്കൊരു കാര്യത്തോട് നമ്മൾ കണ്ടംപ്റ്റ് കാണിക്കുകയാണ്. കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ അല്ലേ, നമുക്കൊരു കാര്യത്തോട് ഒരു താല്പര്യം ഇല്ലാതെ ആ ഒരു എന്താ പറയുക, നമ്മുടെ നമ്മൾ ഡിഫൈ ചെയ്യാണ് അതിനെ. ഡിഫൈ ചെയ്യാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിഫൈ പറഞ്ഞു, ഡിഫൈൻസ് കണ്ട് പറഞ്ഞു, അല്ലേ? സോ ഡിഫൈ ചെയ്യാന്ന് പറഞ്ഞതിന് അർത്ഥം നമ്മളൊരു ഡിഫൈൻസ് രണ്ടും പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ഡിഫൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കാര്യത്തിന് പാലിക്കാൻ താല്പര്യമില്ല, സോ വി ഡോണ്ട് പാലിക്കില്ല, അതിനെ പാലിക്കില്ല, നമ്മൾ അതിൻ്റെ എതിർക്കുവാണ്. വി ഡിഫൈ ഇറ്റ്, വി ഡോണ്ട് ഒബേ ഇറ്റ്. ഒബേയുടെ നേരത്തെ ഓപ്പോസിറ്റ് ആണ് ഡിഫൈ ചെയ്യുക പറയാം. സിമിലർലി ഇഫ് യു ഷോ കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞതിന് അർത്ഥം ഒരു കാര്യത്തോട് നമുക്ക് താല്പര്യമില്ല, അതിൻ്റെ പുച്ഛമൊക്കെ നമ്മൾ കാണിക്കും, അതിനാണ് ഷോ കണ്ടംപ്റ്റ് ഫോർ സംതിങ്. ഒരു കാര്യത്തോട് നമുക്കൊരു താല്പര്യമില്ല, അതിനെ നമ്മൾ മോശമായിട്ട് തന്നെ കാണിക്കുക, ഒരു പ്രകടിപ്പിക്കുകയും ചെയ്യും, അതിനെയാണ് നമ്മൾ കണ്ടംപ്റ്റ് കാണിക്കുക എന്ന് പറയാം. ദാറ്റ് ഇസ് ഫ്ലൗട്ട് ചെയ്യുക. ഫ്ലൗട്ട് ചെയ്യുമ്പോൾ യു ഷോ ദാറ്റ് യു ഡോണ്ട് ലൈക്ക് ഇറ്റ് ആൻഡ് യു ഡോണ്ട് റെസ്പെക്ട് ഇറ്റ്. ആ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ട് നിങ്ങൾ കാണിക്കുകയാണ്. യു ഡിസ്റെസ്പെക്ട് സംതിങ് കേട്ടോ. നമ്മൾ അതിനെ ഡിഫൈ ചെയ്യാണ്, ഡിസ്റെസ്പെക്ട് ചെയ്യാണ്, അതിനെയാണ് ഫ്ലൗട്ട് ചെയ്യുക പറയാം. അതേ സമയത്ത് നമ്മൾ ആൻറ്റണിമായിട്ട് പറയുമ്പോൾ അതിന് ഫ്ലൗട്ടിൻ്റെ ഓപ്പോസിറ്റാണ് ഓണർ ചെയ്യുക, പ്രൈസ് ചെയ്യുക. നമ്മളൊരു കാര്യത്തെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിന് ഒരു കാര്യം നമുക്ക് ഇഷ്ടമാണെങ്കിൽ വി ഓണർ ഇറ്റ്, വി അപ്രീഷിയേറ്റ് ഇറ്റ്, നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യും, അല്ലേ? നമ്മളതിനെ അപ്രീഷിയേറ്റ് ചെയ്യും, നമ്മളതിനെ കോംപ്ലിമെൻറ്റ് ചെയ്യും. കോംപ്ലിമെൻറ്റ്, PLIMENT, കോംപ്ലിമെൻറ്റ് കേട്ടോ, അതാണ് കോംപ്ലിമെൻറ്റ് ചെയ്യുക മറ്റു പറയാം. അപ്പോൾ വേർബ് അല്ലേ, അപ്പോൾ ഓണർ ചെയ്യുക, പ്രൈസ് ചെയ്യുക, അപ്രീഷിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കോംപ്ലിമെൻറ്റ് ചെയ്യുക. PLEMENT എന്ന് പറയുന്നത് അഡീഷണൽ എന്നുള്ള അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ വരും. നൗണും ഉണ്ട്, വേർബും ഉണ്ട്, പക്ഷേ നൗണും ഇതുകൊണ്ട് വേർബും ഉണ്ട്, സോറി, കോംപ്ലിമെൻ്ററി ആണ് അഡ്ജക്റ്റീവ്. അത് PLE കേട്ടോ. PLIMENT കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ പ്രശംസിക്കുക, പ്രശംസ എന്നൊക്കെ അർത്ഥം വരുന്നത് നൗണും വേർബും വരുന്ന സാധനമാണ് കേട്ടോ. അപ്പോൾ പ്രശംസിക്കുക അല്ലെ, ഓണർ ചെയ്യുമ്പോൾ പ്രശംസിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ പ്രൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതുപോലെ പുകഴ്ത്തുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെ പറയുന്നത്. ഒരാളോട് നമ്മൾ നല്ല കാര്യം പറയും, നല്ലത് പറയുക ചെയ്യുന്നത്, അല്ലേ? സോ ദാറ്റ്സ് ഇറ്റ്. വൺ ഷുഡ് നോട്ട് ഫ്ലൗട്ട് ദ ട്രാഫിക് റൂൾസ്, അല്ലേ? നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ട്രാഫിക് റൂൾസിനോട് എതിർക്കാൻ പാടില്ല. ബിക്കോസ് ട്രാഫിക് റൂൾസ് ആർ ഗുഡ് ഫോർ എവ്രി വൺ. എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ട്രാഫിക് റൂൾസ്, അല്ലേ? ഇറ്റ്സ് ഗുഡ് ഫോർ ദ പീപ്പിൾ, ഇറ്റ്സ് ഗുഡ് ഫോർ എ സൊസൈറ്റി, ഇറ്റ്സ് ഗുഡ് ഫോർ എ കമ്മ്യൂണിറ്റി, അല്ലേ? ഇറ്റ്സ് ഗുഡ് ഫോർ ദ നേഷൻ. അപ്പോൾ നമ്മൾ അതിനെയൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിഫൈ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഫ്ലൗട്ട് ചെയ്യാൻ പാടില്ല, ഓർ ഡോണ്ട് ഷോ കണ്ടംപ്റ്റ് ടുവേർഡ്സ് ഇറ്റ്. കണ്ടംപ്റ്റ് കാണിക്കുക എന്ന് പറഞ്ഞാൽ കണ്ടംപ്റ്റ് ചെയ്യുക, അല്ലേ? കണ്ടംപ്റ്റ് ചോദിക്കുക മീൻസ് കണ്ടംപ്റ്റ് ചെയ്യുക. നൗൺ വേർബ് ഉണ്ടല്ലേ, കണ്ടം വേർബും ഉണ്ട്. സോ കണ്ടംപ്റ്റ് നൗൺ ആണെങ്കിൽ കണ്ടം വേർബും ആണ്. സോ ദാറ്റ്സ് ഇറ്റ് കേട്ടോ. ക്ലിയർ ആണല്ലോ? I hope that is clear. അടുത്തോട്ട് പോലെ നമുക്ക് നെക്സ്റ്റ് വൺ. ഫീസിബിൾ. ഇറ്റ്സ് ഫീസിബിൾ. ഇത് ഫീസിബിൾ ആണ്, എന്താ, പ്രാക്ടിക്കബിൾ ആണ്, ഡൂവബിൾ ആണ്, അല്ലേ? നടക്കാം, കാര്യം നടക്കും. ഫീസിബിൾ ആണെന്ന് ഇത് ഇറ്റ്സ് എ ഫീസിബിൾ ഓപ്ഷൻ മീൻസ് ഇറ്റ്സ് എ ഡൂവബിൾ വൺ. പ്രാക്ടിക്കബിൾ ആണ്, പ്രാക്ടിക്കബിൾ ഓർ പ്രാക്ടിക്കൽ രണ്ടും കറക്റ്റ് ആട്ടോ. ഡൂവബിൾ ആണ്, ചെയ്യാം, നമുക്ക് ചെയ്യാം. വർക്കബിൾ ആണ്, ഓപ്പറബിൾ ആണ്,
വർക്കബിൾ, ഡൂവബിൾ, ഫീസിബിൾ, പോസിബിൾ അല്ലേ? പോസിബിൾ ആണ്, നടക്കും, ചാൻസ് ഉണ്ട്, നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ, പോസിബിൾ ആണ്. ഇറ്റ്സ് പോസിബിൾ, ഇറ്റ്സ് പ്രാക്ടിക്കബിൾ ഓർ ഇറ്റ്സ് പ്രാക്ടിക്കൽ എന്ന് പറഞ്ഞാൽ ഫീസിബിൾ ആണെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കബിൾ ആണ്, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ആണ്, നടക്കാം. ഡൂവബിൾ ആണ്, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, സാധിക്കും. വർക്കബിൾ ആണ്, ഇത് ഓപ്പറബിൾ ആണ്, നടക്കും, കുഴപ്പമൊന്നുമില്ല. ഓപ്പറബിൾ, വർക്കബിൾ, പോസിബിൾ, അതൊക്കെ സാധനം. ആൻറ്റണിം എന്താ? ഇംപോസിബിൾ, നടക്കില്ല. ഇറ്റ്സ് ഇംപ്ലോസിബിൾ, ഇംപോസിബിൾ, അൺലൈക്ലി, നടക്കാൻ വളരെ ചാൻസ് കുറവ്. ഇറ്റ്സ് അൺഓപ്പറബിൾ, നടക്കാൻ അത് നമ്മളെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. സോറി, അൺലൈക്ലിക്ക് ഒരു LY ഉണ്ട്. അൺലൈക്ലി, അൺഓപ്പറബിൾ, സോറി ഇൻഓപ്പറബിൾ, അൺഓപ്പറബിൾ, ഇൻഓപ്പറബിൾ, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല, ഇൻഓപ്പറബിൾ. ആന്റിറ്റംസ് ആയിട്ട് വരാം, ഓർത്ത് വെച്ചോണേ. ഫീസിബിളിന്റെ ഓപ്പോസിറ്റ് എന്താ? ഇംപോസിബിൾ, പോസിബിൾ അല്ല. ഇംപ്ലോസിബിൾ, അൺലൈക്ലി, നടക്കാൻ ചാൻസ് വളരെ കുറവുള്ളത്. ഇൻഓപ്പറബിൾ, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത് കേട്ടോ. ഇറ്റ്സ് ഫീസിബിൾ. അടുത്ത നോക്കിക്കേ, ദിസ് സീംസ് ടു ബി എ ഫീസിബിൾ സൊല്യൂഷൻ. സെന്റൻസ് എന്താ? അതൊരു ഫീസിബിൾ സൊല്യൂഷൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? ഇത് നമുക്ക് നടക്കാം, ഇത് നടക്കാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ഹാവ് എ ഫീസിബിൾ സൊല്യൂഷൻ. നമുക്കൊരു പോസിബിൾ സൊല്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കോവിഡ് ഒക്കെ വന്ന സമയത്ത് ഇതിനെന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ? അപ്പോൾ സയന്റിസ്റ്റുകൾ, ഇതിന് മെഡിക്കൽ സയന്റിസ്റ്റ് വർ റിയലി വർക്കിംഗ് ഓൺ ഇറ്റ് അല്ലേ? ദേ വർ റിയലി വർക്കിംഗ് ഓൺ ഇറ്റ്. എന്തിനാ ഫാർമസ്യൂട്ടിക്കൽസ് ഫീൽഡിലൊക്കെ അവർ മരുന്നോ വാക്സിനോ എന്തെങ്കിലും ഉണ്ടോ നോക്കി അലഞ്ഞു നടക്കുമായിരുന്നു. ബിക്കോസ് ദേ വോണ്ട് ടു ഫൈൻഡ് എ ഫീസിബിൾ സൊല്യൂഷൻ ഫോർ കൊറോണ അല്ലേ? കൊറോണ വൈറസിനെതിരെ ഒരു പോസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഫീസിബിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ടെത്തണം. അതിന് വേണ്ടിയിട്ടാണ് അവരൊക്കെ നടന്നത്. സോ ദാറ്റ്സ് ഇറ്റ്, ഫീസിബിൾ. ഓക്കെ, അപ്പോൾ അവർക്ക് മീനിങ് അറിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. അടുത്ത വാക്ക്, യെസ്, സെൻറ്റൻസ് നോക്കട്ടെ. ദ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഫ്ലൗട്ടഡ് ദ ഓപ്പോസിറ്റ് ലീഡേഴ്സ്. ലീഡേഴ്സിൻ്റെ ആർഗ്യുമെൻ്റ് അല്ല. അപ്പോൾ സാന്ദ്ര എന്ത് കൊടുക്കണം? ഒന്നെങ്കിൽ ഇങ്ങനെ സാന്ദ്ര രണ്ട് രീതിയിൽ എഴുതാം. The political leaders flouted the arguments of the opposite leaders എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ opposition leaders അല്ല, opposition leaders കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് കറക്റ്റ്. അല്ലെങ്കിൽ കൊടുക്കുക, the political leaders flouted the opposition leadersന്റെ S കഴിഞ്ഞിട്ട് അപ്പസ്ട്രോഫി കേട്ടോ. ലീഡേഴ്സിന്റെ, show you that, ലീഡേഴ്സിന്റെ arguments എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ എന്താ പറയുക, പ്ലോട്ടഡ് ദി ആർഗ്യുമെന്റ്സ് ഓഫ് ദി ഓപ്പോസിഷൻ ലീഡേഴ്സ് എന്ന് പറയും. രണ്ട് രീതിയിലും വരാം. ഓക്കെ, അപ്പം ആ അപ്പസ്ട്രോഫിൻ്റെ കാര്യം മാർക്ക്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. വേണ്ടടുത്ത് അപ്പസ്ട്രോഫി ഇട്ട് കൊടുക്കണം, വേണ്ടാത്തടുത്ത് അപ്പസ്ട്രോഫി വേണ്ടതാണ്. അങ്ങനെ വെയിറ്റ് ലോസ് ഇസ് എ ഫീസിബിൾ തിങ്. യെസ്, ഇറ്റ്സ് എ ഫീസിബിൾ തിങ്, നടക്കുന്ന കാര്യമാണ് അല്ലേ? വെയിറ്റ് ലോസ് നമുക്ക് വേണമെങ്കിൽ പ്രാക്ടിക്കലി പോസിബിൾ ആണ്. യാ, ഓക്കെ. അടുത്ത് നോക്കാം, കിൻഡിലിയ. വാട്ട് ഇസ് കിൻഡിൽ? കിൻഡിൽ കേട്ടുണ്ടോ? കിൻഡിൽ നമ്മളെ ബുക്കിനെ പറ്റി ഒക്കെ നമ്മൾ പറയും. കിൻഡിൽ ചെയ്യാന്നതിന് മുമ്പ് കിൻഡിൽ ബുക്കിനെ പറ്റിയൊക്കെ നമുക്കറിയാം. കിൻഡിൽ ബുക്കിൻ്റെ, ഓൺലൈൻ ബുക്സിൻ്റെ ഒരു ഇതുണ്ട്, ആപ്ലിക്കേഷനാണ് കിൻഡിൽ എന്ന് പറയുന്നത്. എന്താ കിൻഡിൽ എന്നറിയോ? മീനിങ് കിൻഡിൽ എന്ന വാക്ക് എനിക്ക് തോന്നുന്നു PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഈ വാക്ക്. SCക്ക് വരുന്ന വാക്ക് തന്നെയാണ്. PSC നേരത്തെ ചോദിച്ചിട്ടുണ്ട് ഈ വാക്ക്, കിൻഡിലിയ. ഇറ്റ് ഹാസ് ബീൻ ആസ്ഡ് മെനി ടൈംസ് ഐ ഗസ്. പലവട്ടം ഞാൻ കണ്ടിട്ടുണ്ട് കിൻഡിൽ എന്ന വാക്ക് ചോദിച്ചിട്ടുള്ളത്. കിൻഡിൽ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ചെയ്യുക, കത്തിക്കുക. നമ്മൾ ഒരു കാര്യം നമ്മൾ ഇഗ്നൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ലൈറ്റ് ചെയ്ത് വിടുന്നത് നമുക്കെന്ന് പറയാം. ലൈറ്റ് ചെയ്യുക കേട്ടോ, ബേൺ ചെയ്യല്ല, നമ്മൾ ലൈറ്റ് ചെയ്യുക. ഒരു കാര്യത്തിന് ലൈറ്റ് കൊടുക്കുക, ഇഗ്നൈറ്റ് ചെയ്യുക. അതിനെയാണ് നമ്മൾ എന്താ പറയുക, കിൻഡിൽ ചെയ്യുക. ഇഗ്നൈറ്റ് ഓർ ലൈറ്റ് കൊടുക്കുക. കിൻഡിൽ ചെയ്യുക പറയും. ആന്റണിം എന്താ അപ്പം? ഡൗസ് ചെയ്യുക, അണയ്ക്കുക, അല്ലെങ്കിൽ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുക. അല്ല, അതങ്ങ് അണച്ച് കളയും അല്ലേ? ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഒരു ഇൻറ്റൻസിഫൈ ചെയ്യണം. ഒരു കാര്യത്തിനെ നമ്മളൊരു കാര്യത്തിനെ ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ഇൻറ്റൻസിഫൈ ചെയ്ത് കൊടുക്കുകയാണ്, ഇൻറ്റൻസിറ്റി കൂട്ടുകയാണ്. അതേസമയത്ത് ആന്റണിം നമ്മൾ എന്ത് ചെയ്യും? ഡിമിനിഷ് ചെയ്ത് കളയും അല്ലേ? അതിനെ അങ്ങ് അണച്ച് കളയുമ്പോൾ വി ആർ ഡിമിനിഷിങ് സംതിങ്. അത് ഞാൻ കെടുത്തുവാണ് അതിനെ കളയുന്നത് അല്ലേ? യു റെഡ്യൂസ് സംതിങ് അല്ലേ? ഒരു കാര്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി നമ്മൾ കുറക്കുകയാണ്. അപ്പോൾ അലീവേറ്റ് ചെയ്യുക പറയും. അലേ ചെയ്യുക, അലീവേറ്റ് ഒക്കെ പറയും. അലേ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുക, അലീവേറ്റ് ചെയ്യുമ്പോഴും നമ്മളൊരു കാര്യത്തിൻ്റെ ഇൻറ്റൻസിറ്റി കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അലേ ചെയ്യുക അല്ലെങ്കിൽ അലീവേറ്റ് ചെയ്യുക. ALLAY ആണ് അലേ ചെയ്യുക. മറ്റേത് അലിയാണ്, പാസേജ്, അലി നൗണ്. ALLEY അലി. അപ്പോൾ കിൻഡിൽ എന്ന വാക്കിൻ്റെ അർത്ഥം
കിൻഡിൽ ഇസ് വേർബ്, അതിൻ്റെ അർത്ഥം ഇഗ്നൈറ്റ് ചെയ്യുക, കത്തിക്കുക. ഇതിനോട് നമ്മൾ കുറച്ചുകൂടെ അതിന് എന്താ എണ്ണ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ തോന്നുന്നു. കിൻഡിൽ ചെയ്ത് പറയുമ്പോൾ യു ഇൻറ്റൻസിഫൈ ദാറ്റ് കേട്ടോ, അതിന് കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി കൂട്ടി കൊടുക്കുക എന്ന് പറയും. ഡൗസ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ അണച്ചു കളയാണ് ചെയ്യുന്നത്. എക്സ്റ്റിങ്വിഷ് ചെയ്യുമ്പോഴും അണച്ചു കളയാണ് ചെയ്യുന്നത്. ഡിമിനിഷ് ചെയ്യുക, അതിനെ കുറയ്ക്കണം, അതിൻ്റെ കാഠിന്യം കുറയ്ക്കുകയാണ് ഡിമിനിഷ് ചെയ്ത് അലൈജ് ചെയ്യാണ് അല്ലെങ്കിൽ അലിവേറ്റ് ചെയ്യുക എന്നൊക്കെ അതിൻ്റെ സിനോണിംസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. So example നോക്കിയാൽ the lights, they kindle lights, he says, assuming one is in darkness. ലൈറ്റ് ഇഗ്നൈറ്റ് ചെയ്തു, ലൈറ്റ് തിരി തെളിച്ചു, ലൈറ്റ് തെളിച്ചു എന്നൊക്കെ പറയില്ലേ, തെളിക്കുക. She ignited എന്ത് with passion. അവിടെ വെറും ഇഗ്നൈറ്റഡ്, ഷീ ലൈറ്റ്സ് വിത്ത് പാഷൻ കൊടുക്കില്ല, ഇഗ്നൈറ്റഡ് വാട്ട് വിത്ത് പാഷൻ കൊടുക്കണം കേട്ടോ സാന്ത. ഷീ ഇഗ്നൈറ്റഡ് വാട്ട്, ഷീ ഇഗ്നൈറ്റഡ് ദ മിഷൻ വിത്ത് പാഷൻ, ഫാഷൻ അല്ല വിത്ത് പാഷൻ കൊടുക്കണം അല്ലേ. എന്താ ഇഗ്നൈറ്റ് ചെയ്തതെന്ന് കൂടെ കൊടുക്കുക, വെറും ഇഗ്നൈറ്റ് ചെയ്യാതെന്ന് കൊടുത്തിട്ട് കാര്യമില്ല അല്ലേ. അത് ഓർത്ത് വെച്ചോളൂ. Sentence, yes. When we start a project, we should conduct a feasibility study. Yes. ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നമ്മൾ ഫീസിബിലിറ്റി സ്റ്റഡി നോക്കണം, അല്ലെ നടക്കോ ഇല്ലയോ എന്നുള്ളൊരു ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതുപോലെ ഇഗ്നൈറ്റിനും കിൻഡിലിനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇഗ്നൈറ്റിനും കിൻഡിലിനും നമ്മൾ എന്ത് കൊടുക്കണം, എന്താണ് കിൻഡിൽ ചെയ്യുന്നത്, അത് ഒബ്ജക്റ്റീവ് ആണ്. നമ്മൾ ഇൻട്രാൻസിറ്റീവ് ഒബ്ജക്റ്റ് കൊടുത്തല്ലേ, അതുപോലെ ഇപ്പോൾ കിൻഡിലിന് വേണ്ട ഞാൻ കൊടുത്തു, ഒബ്ജക്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താ കിൻഡിലിൻ്റെ ഒബ്ജക്റ്റ് എന്താ, ലൈറ്റ്സ് ഒബ്ജക്റ്റ് വേണം, അപ്പോൾ അതിന് മീനിങ് ആയി. അപ്പം അതുപോലെ ഇഗ്നൈറ്റ് സിമിലർ മീനിങ് ആണ്. ഇഗ്നൈറ്റ് വാട്ട്, they ignited what, they ignited lights, they ignited the passion, they ignited the work, they ignited the mission എന്ന് മനസ്സിലായോ. അവസാനം ഒബ്ജക്റ്റ് വേണം. ട്രാൻസിറ്റീവ് വേർബ് ആട്ടോ, മറക്കല്ലേ. ട്രാൻസിറ്റീവ് വേർബ്, ടി വി ഇടണ്ട, ട്രാൻസിറ്റീവ് ആണെന്ന് പറയാം. ടി വി എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കും, പഴയ ടി വിക്ക് ഓർമ്മ. സോ മൂവിങ് ഓൺ, നെക്സ്റ്റ് വേർഡ് ഇസ് ഹോസ്പിറ്റാലിറ്റി. നമുക്ക് വളരെ കോമൺ ആയിട്ട് അറിയുന്ന ഒരു സാധനം ഹോസ്പിറ്റാലിറ്റി. ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഭയങ്കര ഫ്രണ്ട്ലിനെസ്, ജിനിയാലിറ്റി അല്ലേ. നമുക്കൊരു കാര്യത്തോട് നമ്മൾ കാണിക്കുന്ന ഭയങ്കര ഒരു ജിനിയാലിറ്റിക്ക് നമ്മൾ പറയാം, വളരെ ജീനിയൽ ആയിട്ടുള്ള ജിനിയാലിറ്റിക്ക് നമ്മൾ പറയാം, അല്ലെങ്കിൽ കേർട്ടിസിക്ക് നമ്മൾ കാണിക്കുന്ന കേർട്ടിസിക്ക് ഹോസ്പിറ്റാലിറ്റി എന്ന് പറയും അല്ലേ. ഒരു ആതിഥേയ മര്യാദ അതിനെയാണ് നമ്മൾ കേർട്ടസി പറയാം. കേർട്ടസി, യു ഷുഡ് ട്രീറ്റ് ദം വിത്ത് കേർട്ടസി, യു ഷുഡ് ട്രീറ്റ് ദം വിത്ത് സം കേർട്ടസി. കുറച്ച് കേർട്ടസിയോടെ അവരെ ട്രീറ്റ് ചെയ്യൂ. എന്താ കേർട്ടസിയുടെ അർത്ഥം, ഒരു മര്യാദ, അതിനെയാണ് കേർട്ടസി പറയാം. സിമിലർലി നമ്മൾ പറയുന്ന ഫ്രണ്ട്ലിനെസ്, ഒരു പരിചയം, നമുക്ക് അവരുടെ ഒരാളെ നമ്മളൊരു കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ഫ്രണ്ട്ലിനെസ്സോടെ എന്ന് പറയുമ്പോൾ സൗഹൃദത്തോടെ. ജീനിയാലിറ്റി സിമിലർ മീനിങ് ആട്ടോ. അപ്പം ഇതൊക്കെ സിമിലർ മീനിങ്ങുകൾ വരുന്ന. ഹോസ്പിറ്റാലിറ്റി മീൻസ് ഫ്രണ്ട്ലിനെസ്, ജീനിയാലിറ്റി, കേർട്ടസി എന്നൊക്കെ പറയും. ആന്റണിം എന്താ, ഇതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് എന്താ, അൺഫ്രണ്ട്ലിനെസ്, ഒരു കമ്പനി ഇല്ലാത്തതല്ലേ അല്ലെ. ഇറ്റ്സ് വെരി എന്താ പറയുക, ഹോസ്റ്റിലിറ്റി പറയാം വേണമെങ്കിൽ, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വേണമെങ്കിൽ ഡിസ്റെസ്പെക്റ്റ് പറയാം, ഡിസ്റെസ്പെക്റ്റ് വേണം പറയാം, അല്ലെങ്കിൽ ഡിസ്കേർട്ടസി പറയാം കേട്ടോ. ഞാൻ പറഞ്ഞ കുറച്ച് ഈ വാക്കുകളുടെ മുമ്പിൽ വരുന്ന ഇത് കണ്ടോ, അൺഫ്രണ്ട്ലിനെസ്സിൻ്റെ മുമ്പിലുള്ള ഡിസ്കേർട്ടസിക്ക് മുമ്പിലുള്ള ഡിസ്, ഇതൊക്കെയാണ് കേട്ടോ. അൺഒബ്സർവൻ്റ് നേരത്തെ പറഞ്ഞു, ഇന്നോപ്പറബിൾ ഇന്ന് വന്നില്ലേ, അതൊക്കെ ഇതുപോലത്തെ വാക്കുകളാണ്. ദീസ് വേർഡ്സ് ഇത് കേട്ടോ ഞാൻ കാണിച്ചു തരാം. ഇംപോസിബിൾ ഇം കണ്ടോ, ഇം. അതുപോലെ ഇംപ്ലോസിബിളിലെ ഇം, അൺലൈക്ലിയിലെ ഇനോപ്പറബിൾ, ഇതൊക്കെയാണ് കേട്ടോ ഞാൻ പ്രിഫിക്സ് പറഞ്ഞത്. വേറെ ഇവിടെ ഉണ്ടോ വേറെ, അപ്പതറ്റിക്കിന് പറയാൻ പറ്റില്ല, ഇൻസെൻസിറ്റീവിൽ ഇന്നുണ്ട്, അപ്പതറ്റിക്കിനില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ അൺഒബ്സർവൻറ്റ്, യെസ് അൺഒബ്സർവൻറ്റ് ഇതൊക്കെ പ്രിഫിക്സുകളാണ്. വേറെ പ്രിഫിക്സുകളല്ലോ ഇല്ല. സഫിക്സ് ആണ്, ഹാംലെസ് ഒക്കെ സഫിക്സ് ആണ്, ഇല്ല. അൺഫ്രണ്ട്ലിനെസ്, ഡിസ്കേർട്ടസിലെ ഡിസ് ഒക്കെ നമുക്ക് ഹോസ്പിറ്റാലിറ്റിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. എക്സാമ്പിൾ നോക്കിയേ, ലെറ്റ്സ് ലുക്ക് അറ്റ് ആൻ എക്സാമ്പിൾ. സ്കോട്ട്ലൻഡ് ഇസ് എ കൺട്രി വിച്ച് ഇസ് റിനൗണ്ട് ഫോർ ഇറ്റ്സ് ഹോസ്പിറ്റാലിറ്റി. വളരെ ഹോസ്പിറ്റാലിറ്റി കാണിച്ചു തരുന്ന, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റാലിറ്റിക്ക് പേര് കേട്ട ഒരു രാജ്യമാണ് സ്കോട്ട്ലൻഡ്. സ്കോട്ട്ലൻഡ് ഇംഗ്ലണ്ടിൻ്റെ അടുത്തുള്ള രാജ്യം അല്ലേ, യൂറോപ്യൻ യൂണിയനിൽ പെടുന്ന രാജ്യമാണ് ശരിക്കും മറ്റേ സ്കോട്ട്ലൻഡ്, അയർലൻഡ്, വെയിൽസ് ആൻഡ് ഇംഗ്ലണ്ട്. ഈ 4 രാജ്യങ്ങൾ കൂടിയിട്ടാണ് യൂറോപ്യൻ യൂണിയൻ. പണ്ട് നമ്മൾ UK എന്ന് ഇപ്പം UK സെപ്പറേറ്റ്, അയർലൻഡ് സെപ്പറേറ്റ്, വെയിൽസ് സെപ്പറേറ്റ്, അങ്ങനെയല്ലേ. പക്ഷെ പണ്ടെന്ന് വെച്ചാൽ ഈ 4 ഒരുമിച്ച് UK എന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. അയർലൻഡും ബ്രിട്ടൻ ലൈക്ക് ഇംഗ്ലണ്ട്, പിന്നെ സ്കോട്ട്ലൻഡൊക്കെ ഒരുമിച്ച് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഇപ്പം സെപ്പറേറ്റ് രാജ്യങ്ങളാണ് അല്ലേ. UK വേറെ, ലൈക്ക് ഇംഗ്ലണ്ട് ആൻഡ് UK ഒരു വേറെ തന്നെ അല്ലേ.
ഷീ ഇഗ്നൈറ്റഡ് ദ കാർത്തിക ലൈറ്റ്സ്. ദാറ്റ്സ് ഗ്രേറ്റ്. അത് കൊള്ളാം. കാർത്തിക ലൈറ്റ്സ് തെളിയിച്ചു, കാർത്തിക ദീപം തെളിയിച്ചു അല്ലേ? അത് കറക്റ്റാണ് കേട്ടോ. ദാറ്റ്സ് മീനിങ് ആൻഡ് ഒബ്ജക്റ്റ് ഉണ്ട്, ഒബ്ജക്റ്റ് വന്നപ്പോൾ അത് മീനിങ് ആയി. ദാറ്റ്സ് ഇറ്റ് ഹൗ ഇറ്റ് ഇസ് ആൻഡ് ഹൗ ഇറ്റ് ഷുഡ് ബി. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വേർഡ് ഇസ് പാർട്ട്ലി. പാർട്ട്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഭാഗികമായിട്ട്. പാർട്ട്ലി മീൻസ് ഭാഗികമായിട്ട്. നമ്മൾ പറയില്ല ഇൻ പാർട്ട്, കുറച്ച് ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ പാർട്ട്ലി മീൻസ് പകുതി, നോട്ട് കംപ്ലീറ്റ്ലി, അതാണ് അർത്ഥം കേട്ടോ. പാർട്ട്ലി അർത്ഥം നോട്ട് കംപ്ലീറ്റ്ലി ആണ് കേട്ടോ. നോട്ട് ഫുള്ളി അല്ലെ നോട്ട് കംപ്ലീറ്റ്ലി എന്നൊക്കെ പറയും. നോട്ട് ഫുള്ളി അല്ലെ നോട്ട് കംപ്ലീറ്റ്ലി, അതിനെയാണ് നമ്മളെന്ന് പറയാം പാർട്ട്ലി എന്ന് പറയാം. അപ്പോൾ ആന്റണിം എന്താ? കംപ്ലീറ്റ്ലി, മുഴുവനായിട്ട്, എൻറ്റയർലി, ടോട്ടലി എന്നൊക്കെ പറയാം. പാർട്ട്ലി ആണെങ്കിൽ ഓപ്പോസിറ്റ് ടോട്ടലി പറയും അല്ലേ? ടോട്ടലി ഐ എം ടോട്ടലി ഫൈൻ, ഐ എം കംപ്ലീറ്റ്ലി ഫൈൻ അല്ലേ? ഐ എം എൻറ്റയർലി ഫൈൻ എന്നൊക്കെ പറയും. അബ്സല്യൂട്ട്ലി എന്നൊക്കെ പറയും മൊത്തത്തിൽ. അങ്ങനെയാണ് പാർട്ട്ലി പറയാം. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണേ, പാർട്ട്ലി നമുക്കറിയാം, പാർട്ട് ഭാഗം, ഇൻ പാർട്ട്, അതാണ് പാർട്ട്ലിയുടെ. പാർട്ട്ലി ഇസ് എൻ അഡ്വേർബ്. പാർട്ട്ലി ഒരു അഡ്വേർബ് ആണ്. ഇറ്റ്സ് പാർട്ട്ലി ട്രൂ എന്നൊക്കെ നമ്മൾ പറയുന്നത്. കംപ്ലീറ്റ് അഡ്ജക്റ്റീവാ. എൽവൈട്ട് വരുമ്പോൾ അഡ്ജക്റ്റീവിൻ്റെ എൽവൈട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആഡ്വേർബ് കിട്ടും. കംപ്ലീറ്റ്ലി, എൻറ്റയർലി, ടോട്ടലിൻ്റെ കൂടെ അഡ്ജക്റ്റീവ് ടു എൽവൈറ്റ് കൊടുത്തു, ടോട്ടലി, സിമിലർലി, അങ്ങനെ ഒരു കാര്യം. സിമിലർലി, അബ്സല്യൂട്ട്ലി ആ സാധനം, ഫുള്ളി സാധനം. അടുത്ത് നോക്കിയേ എക്സാമ്പിൾ. ലെറ്റ്സ് ലുക്ക് അറ്റ് എക്സാമ്പിൾ. ദ റിസൾട്ട് ഈസ് പാർട്ട്ലി എ മാറ്റർ ഓഫ് സ്കിൽ ആൻഡ് പാർട്ട്ലി ഓഫ് ചാൻസ് അല്ലേ? റിസൾട്ട് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ അല്ല, പകുതി അല്ലേ? നമ്മൾ പറയല്ലേ റിസൾട്ട് പകുതി സ്കില്ലും പകുതി ചാൻസും കൂടിയാണ് അല്ലേ? നമ്മളെപ്പോഴും പറയില്ലേ PSC എക്സാം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മാർട്ട്നെസ് മാത്രം പോരാ, കുറച്ച് ഒരു ടൈമിൻ്റെ കൂടി ഉണ്ട്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ചാൻസ് അല്ലേ? നമ്മുടെ ചാൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ പറയുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രോബബിലിറ്റി. നമ്മൾ പറയുന്നുണ്ട് പ്രോബബിലിറ്റി കളിയാണ് അല്ലേ? അല്ലാതെ ഏറ്റവും നന്നായി പഠിക്കുന്നവർക്കാണ് കിട്ടുന്നത് അല്ല. ഇതിൽ കുറച്ച് ഇതും കൂടി ഉണ്ട്. സോ യു ഹാവ് ടു ബി വെരി മച്ച് കോൺഷ്യസ് അല്ലേ? യു ഹാവ് ടു ബി വെരി മച്ച് കോൺഷ്യസ് ആൻഡ് കോഷ്യസ് ആസ് വെൽ എന്ന് പറയും. ഈ കോമ്പറ്റീവ് എക്സാംസ് ഒക്കെ തന്നെ അങ്ങനെ തന്നെയാണ് എന്ന് പറയും അല്ലേ? നോക്കട്ടെ സെന്റൻസ്. യെസ്, ഷി റിസീവ്ഡ് എ വാം ഹോസ്പിറ്റാലിറ്റി. പറയില്ല. കാര്യം അറിയോ? ഹോസ്പിറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന് എടുത്ത് പറയാൻ പറ്റുന്ന സാധനമുണ്ടല്ലോ? അല്ല. സാന്ദ്ര, നമ്മൾ നൗൺ പറയുമ്പോൾ ഉണ്ടല്ലോ, ഒന്ന് എന്ന് പറയുന്നതിനാണ് ഇട്ടുള്ളത്. ആൻ ആപ്പിൾ, അല്ലെങ്കിൽ എ ക്യുക്കംബർ, അല്ലെങ്കിൽ എ ഫോൺ. ഐ ഹാവ് എ ക്ലാസ് അറ്റ് 12 o'clock. ഐ ഹാവ് എ ക്ലാസ് അറ്റ് 5:30 PM എന്നൊക്കെ പറയുന്ന പോലെ. ക്ലാസ് ഒക്കെ പറഞ്ഞാൽ ഒന്നാണ്, ഒരു എണ്ണം പറയാം, എണ്ണി പറയാം, എണ്ണ ക്ലാസ്സസ് ഉണ്ട്. ഹോസ്പിറ്റാലിറ്റിക്ക് ഹോസ്പിറ്റാലിറ്റീസ് എന്ന് പറയോ? ഇല്ല. അങ്ങനെ എണ്ണാൻ പറ്റാത്ത നൗണുകൾ, ദാറ്റ് ഈസ് അൺകൗണ്ടബിൾ നൗൺസ്. ചില വാക്കുകൾ അൺകൗണ്ടബിൾ നൗൺസിന് മുമ്പിൽ ഒരിക്കലും കാരണവശാലും നമ്മൾ എന്തിട്ട് കൊടുക്കാൻ പാടില്ല? ഈ പറയുന്ന ആർട്ടിക്കിൾസ് ആനൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഇവിടെ വെട്ടിക്കളയാ. ഷി റിസീവ്ഡ് വാം ഹോസ്പിറ്റാലിറ്റി ഇൻ ഹെർ ഫ്രണ്ട്സ് ഹോം എന്ന് കൊടുത്തു. ദാറ്റ്സ് കറക്റ്റ്. പക്ഷേ ഇട്ട് കൊടുക്കുമ്പോൾ അത് മീനിങ് ഗ്രാമാറ്റിക്കലി തെറ്റാ. ഓൾ റൈറ്റ്. അപ്പോൾ ഗ്രാമാറ്റിക്കലി തെറ്റ് അങ്ങ് മാറ്റിക്കോ. വേണ്ട അവിടെ. ഷീ പാർട്ട്ലി ഇൻജോർഡ് ഇൻ ആൻ. ഷീ പാർട്ട്ലി ഇൻജോർഡ് തെറ്റാ. അവൾ ഇഞ്ചുറി ആയെന്ന് പറഞ്ഞാൽ അവൾ ഇഞ്ചുറി ചെയ്യപ്പെട്ടു, അവൾക്ക് മുറിവേൽക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കണം? ഷീ വാസ് പാർട്ട്ലി ഇഞ്ചോർഡ്. അങ്ങനെ വേണ്ട. ഇൻ ആൻ ആക്സിഡന്റ്. ഗ്രാമാറ്റിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമുണ്ട്. ഇഞ്ചുറി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഉപദ്രവിക്കുകയാണ്. യു ഇഞ്ചുർ സംബഡി. അത് രണ്ട് രീതി പറയാം. നോക്ക്, ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ കാണിച്ചു തരാം. ഷീ ഇഞ്ചോർഡ് ഹിം. അവൾ അവനെ ഇഞ്ചുറി ചെയ്തു, മുറിവേൽപ്പിച്ചു. ഇനി ഷീ വാസ് ഇഞ്ചോർഡ്. ഇവിടുത്തെ വ്യത്യാസം കണ്ടോ? ഒന്ന്, അവനെ ഇഞ്ചുറി ചെയ്തു. അപ്പോൾ ഒബ്ജക്റ്റ് ശരിക്കും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇഞ്ചുർ എന്ന വെർബിന് ഒബ്ജക്റ്റ് വേണം, ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഞാനിവിടെ ഇത് വിട്ടുകൊടുത്തത്. ഷീ ഇഞ്ചോർഡ് ഹിം. ഇനി അവൾ ഇഞ്ചുറി ചെയ്യപ്പെട്ടു എന്നാണെങ്കിൽ എന്തെങ്കിലും സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആയി മാറും, ഒബ്ജക്റ്റ് സബ്ജക്റ്റ് ആയി മാറാം. അത് കറക്റ്റാ അല്ലേ? ഷീ വാസ് ഇഞ്ചോർഡ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ ട്രാൻസിറ്റീവ് വെർബിനെ നമ്മൾ ഇൻട്രാൻസിറ്റീവ് വെർബാക്കി മാറ്റും പാസിവൈസേഷൻ ചെയ്യുമ്പോൾ. ദാറ്റ്സ് ടോട്ടലി ഫൈൻ കേട്ടോ. ഷി വാസ് ഇഞ്ചോർഡ്. അവൾ ഇഞ്ചുറി ചെയ്യപ്പെട്ടു
എന്ന് പറയാം. അപ്പോൾ ബി പ്ലസ് V3 ഫോം ആണ് അല്ലേ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബിയുടെ കൂടെ V3 ഫോം വന്നിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ടിരുന്നോളൂ. ജസ്റ്റ് ബിക്കോസ് ഇറ്റ് ഇസ് പാസീവ് വോയിസ് അല്ലേ? അത് പാസീവ് വോയിസ് ആയതുകൊണ്ട് മാത്രമാണ് അല്ലേ? പാസീവ് വോയിസ് ആയതുകൊണ്ട് മാത്രമാണ് ഇനി വരുന്നത്. അപ്പോൾ പാസീവ് ആണെങ്കിൽ പ്രശ്നമില്ല. അല്ലാത്ത പക്ഷം ഈ കാര്യം ശ്രദ്ധിച്ചോണം. ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. ക്ലിയർ ആണോ? സാന്ദ്ര ക്ലിയർ ആയില്ലേ? ഈ ഒരു കാര്യം ഗ്രാമർ ഒന്ന് പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ വേർഡ്സ് അതുകൊണ്ട് ഞാൻ സെൻറ്റൻസ് ഫ്രെയിം ചെയ്യുമെന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് നിങ്ങൾ ഫ്രെയിം ചെയ്യുമ്പോൾ ഇഫ് ദർ ഇസ് എനിത്തിങ് റോങ് ഐ ക്യാൻ കറക്റ്റ് ഇറ്റ് അല്ലേ? നോക്കാം. അടുത്ത കൊഹറൻസ്. അടുത്ത വാക്കാണ് കൊഹറൻസ്. വാട്ട് ഈസ് കൊഹറൻസ്? നമ്മൾ കേട്ടുണ്ടായിരിക്കില്ലേ കൊഹറൻസ്? എന്താ ഈ കൊഹറൻസ് എന്ന് പറഞ്ഞാൽ? നിങ്ങൾക്ക് എന്താ കൊഹറൻസിനെ പറ്റി അറിയാമെന്ന് പറഞ്ഞു. കൊഹറൻസ്, വാട്ട് ഈസ് കൊഹറൻസ്? കൃത്യതയ്ക്കാണ് നമ്മൾ ശരിക്കും കൊഹിറൻസ് പറഞ്ഞിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയാലും അത് കൃത്യതയാണ്. സിമെട്രിക്കൽ ആണ് ഒരു കാര്യം. കൊഹിറൻറ്റ് നമ്മൾ അഡ്ജക്റ്റീവ് കണ്ടിട്ടുണ്ട്. കൊഹിറൻസ് CANCE വാക്കുകൾ കേട്ടോ. ഒബ്സർവൻസ് അല്ല, പ്രസിഡൻസ്, അങ്ങനെ ENCE വാക്കുകളൊക്കെ, ആംബിയൻസ് അങ്ങനെയുള്ള വാക്കുകളൊക്കെ നിങ്ങൾ കണ്ടറിയാം കേട്ടോ. അതൊക്കെ നൗണാണ്. സോ കൊഹിറൻറ്റ് ഉണ്ട് അഡ്ജക്റ്റീവ്. കൊഹിറൻറ്റ് കാണിച്ചു തരാം. കൊഹിറൻറ്റ് അഡ്ജക്റ്റീവ് ആണ് കൊഹിറൻറ്റ് കേട്ടോ. Rent. Consistency, symmetry. Proportion. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രൊപ്പോർഷനറ്റ് ആയിട്ടിരിക്കുന്ന പ്രൊപ്പോർഷൻ, അതിനെയാണ് നമ്മൾ എന്താ പറയുക കൊഹിറൻസ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. എന്ത്? ഇൻകൊഹറൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പ്രിഫിക്സ് ഇട്ട് കൊടുത്ത സാധനം ഞാൻ കാണിച്ചു തരാം. ക്ലാരിറ്റി കാണിച്ചു തരാം. സിമിട്രി ഇങ്ങനെ വേണ്ട. സിമിട്രി ഇതിൻ്റെ വിട്ടുള്ള ഞാൻ വേറെ കുറച്ച് നല്ല വേർഡ്സ് പറഞ്ഞുതരാം. കൊഹിറൻസ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റൻസി ആണ്. അതായത് നമ്മൾ പറയില്ലേ ലോജിക്കാലിറ്റി. ഒരു കാര്യത്തിന് ഒരു കൺസിസ്റ്റൻസി ഉണ്ട്, അതിനൊരു ലോജിക്ക് ഉണ്ട്, ലോജിക്കാലിറ്റി ഉണ്ട്. ലോജിക്കാലിറ്റി, ഒരു കാര്യത്തിൻ്റെ ലോജിക്കുള്ള അവസ്ഥയ്ക്ക് ലോജിക്കാലിറ്റി പറയും. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൻ്റെ കോംപ്രിഹെൻസിബിലിറ്റി ഓർ ക്ലാരിറ്റി. കോംപ്രിഹെൻസിബിലിറ്റി മനസ്സിലാകാൻ നമുക്കതിനെ മനസ്സിലാവും. കാരണം ഇറ്റ് സെൻസിബിൾ. സെൻസിബിലിറ്റി ഓർ കോംപ്രിഹെൻസിബിലിറ്റി. സെൻസിബിലിറ്റി അല്ലെ കോംപ്രിഹെൻസിബിലിറ്റി, അതിന് നമുക്ക് കൊഹിറൻസ് എന്ന് പറയാം. സെൻസിബിലിറ്റി അല്ലെ കോംപ്രിഹെൻസിബിലിറ്റി, ലോജിക്കാലിറ്റി, കൺസിസ്റ്റൻസി, അതിനൊക്കെയാണ് കൊഹിറൻസ് പറയാം. അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് പറയാം ഇൻകൊഹിറൻസ്. ഒട്ടും വ്യക്തത ഇല്ലാതിരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് ഇൻകൊഹിറൻസ് എന്ന് നമ്മൾ പറയും. ഡിസ്പ്രപ്പോർഷൻ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ആ അറ്റവും ഈ അറ്റവും ഒന്നും മുട്ടണില്ലല്ലോ. ദാറ്റ് ഈസ് അസിമെട്രി അല്ലെങ്കിൽ ഡിസ്പ്രപ്പോർഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇതിലോട്ടൊന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ. ഇൻകൊഹിറൻസിലെ ഇന്ന് നോക്കണം, പ്രിഫിക്സ്, നെഗറ്റീവ് പ്രിഫിക്സ്. ഡിസ്പ്രപ്പോർഷനിലെ ഡിസ്, നെഗറ്റീവ് പ്രിഫിക്സ്. സിമിലർലി അസിമെട്രിയിലെ എ ഈ പറയുന്ന പോലെ നെഗറ്റീവ് പ്രിഫിക്സ് ആണ്. സിമെട്രിയുടെ ഓപ്പോസിറ്റ് ആണ് അസിമെട്രി കേട്ടോ. സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് വെച്ചോളൂ. എക്സാമ്പിൾ നോക്കിയാൽ മെനി ക്വസ്റ്റ്യൻസ് ഫോർ ഫർദർ റേസ്ഡ്. ഉയരപ്പെട്ടു എന്തിനു വേണ്ടിയിട്ട്? ഓൺ ദ കൊഹിറൻസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഓൺ ദ ലോജിക്കാലിറ്റി, സെൻസിബിലിറ്റി. ലോജിക്കാലിറ്റി, അതിൻ്റെ ലോജിക്കാലിറ്റിയെ പറ്റി, സെൻസിബിലിറ്റിയെ പറ്റി ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. മെനി ക്വസ്റ്റ്യൻസ് വർ റേസ് ചെയ്യപ്പെട്ടു. നേരത്തെ ഉണ്ടല്ലേ ഷീ വാസ് ഇൻഷുർഡ്, മെനി ക്വസ്റ്റ്യൻസ് വർ റേസ്ഡ്. റേസ് ചെയ്യാന്ന് പറഞ്ഞ ഒരു വേർബിന് ഒബ്ജക്റ്റ് വേണം. ഇറ്റ്സ് എ ട്രാൻസിറ്റീവ് വേർബ്. അപ്പോൾ അതിനെ പാസിവൈസേഷൻ ചെയ്താൽ കുഴപ്പമില്ല. പാസിവൈസേഷൻ ചെയ്യുമ്പോൾ ഒരു ട്രാൻസിറ്റീവ് വേർബ് നമ്മൾ ഇൻട്രാൻസിറ്റീവ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ശരിക്കും പാസിവൈസേഷൻ നടക്കുന്നതാട്ടോ. ട്രാൻസിറ്റീവ് വേർബിന് ഇൻട്രാൻസിറ്റീവ് ആക്കി മാറ്റും നമ്മൾ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ട്രാൻസിറ്റീവ് വേർബുകൾക്ക് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് ഇൻട്രാൻസിറ്റീവ് ആയിരിക്കണം. സെൻറ്റൻസ് പോരട്ടെ കേട്ടോ എൻ്റെ കൂടെ.
സെന്റൻസ് ഒന്നും വന്നില്ലല്ലോ, ഉറങ്ങിപ്പോയോ? അടുത്ത് നോക്കിയേ, നെക്സ്റ്റ് വേർഡ് ഇസ് ടോക്സിക്. എന്താ ടോക്സിക് എന്ന വാക്കിന്റെ അർത്ഥം? അൺപ്ലസന്റ് ആണ്. ടോക്സിക് ആണെന്ന് വെച്ചാൽ ശരിക്കും നമുക്കറിയാലോ, ഇത് ടോക്സിക് ആണ്, ഇറ്റ്സ് ഹാംഫുൾ അല്ലേ. ഒരു കാര്യം നമുക്ക് ടോക്സിക് ആണ്, ഇറ്റ്സ് ഡെഡ്ലി, ഇറ്റ്സ് ഫെയ്റ്റൽ, ഹാംഫുൾ ടു അസ് അല്ലേ. ഹാംഫുൾ, മരണം വരെ സംഭവിക്കാൻ പറ്റുന്ന. ടോക്സിക് ആണെങ്കിൽ ഹാംഫുൾ ആണ്. നോക്ഷ്യസ് ആണ്, ഓർമ്മയുണ്ടോ? നമ്മൾ പറഞ്ഞിരുന്നു നോക്ഷ്യസ് ആണ്. ഇറ്റ്സ് ഹാംഫുൾ ടു അസ്, ഇറ്റ്സ് നോക്ഷ്യസ്, ഇറ്റ്സ് ടോക്സിക്, ഇറ്റ്സ് അൺപ്ലസന്റ് ആണ്. ഡെഡ്ലി, ഫെയ്റ്റൽ അതൊക്കെ വരും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താ? ടോക്സിക്കിന്റെ ഓപ്പോസിറ്റ് എന്താ? പ്ലസന്റ്, സേഫ്. സേഫ് ആണ് അല്ലേ. ഇറ്റ്സ് ഹാംലെസ്. ഓ, അത് നമ്മളെ കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, കുഴപ്പമില്ല. ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം, ഇറ്റ്സ് നോട്ട് ഹാംഫുൾ. അത് ഹാംഫുൾ അല്ല. അപ്പൊ പ്ലസന്റ്, സേഫ്, ഹാംലെസ്. ടോക്സിക് ആണെങ്കിൽ അത് നമുക്ക് ഹാംഫുൾ ആണ്. അപ്പോൾ അതിന്റെ ഓപ്പോസിറ്റ് ഹാംലെസ്, സേഫ് അല്ലെങ്കിൽ പ്ലസന്റ്, ടോക്സിക്കിന്റെ കേട്ടോ. ആൻഡ് എക്സാമ്പിൾ നോക്കാം. ഷീ ഹാഡ് ബീൻ ഇൻ എ ടോക്സിക് റിലേഷൻഷിപ്പ്. നമ്മൾ ഒരുപാട് കേട്ട് ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു വേർഡാട്ടെ ടോക്സിക് റിലേഷൻഷിപ്പ് അല്ലേ. ടോക്സിക് റിലേഷൻ, അതായത് ആ ടോക്സിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ അവരെ ആരാണ് ആ റിലേഷൻഷിപ്പിലുള്ള രണ്ടുപേർക്കും ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിൽ രണ്ടുപേർക്കും അതൊരു ബുദ്ധിമുട്ടുള്ള ഒരു സാധനമായിരിക്കും. ഇറ്റ്സ് ക്രിയേറ്റിംഗ് ട്രബിൾ ടു ദം അല്ലെ. ഭയങ്കര ട്രബിൾ അവർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സാധനമാണ് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻ എന്ന് പറയാം. ടോക്സിക് എന്ന് നമ്മൾ ശരി പോയിസണസ് എന്ന് പറയും അല്ലേ. ശരിക്കും ടോക്സിൻ ആണെന്ന് പറഞ്ഞാൽ, ടോക്സിക് ആണെന്ന് പറഞ്ഞാൽ പോയിസണസ് എന്ന് ഒരർത്ഥമുള്ളൂ. പോയിസണസ്, വെനമസ് ഒക്കെ പറയും. ഹാംഫുൾ, നോക്ഷ്യസ്, പോയിസണസ്, വെനമസ് ഒക്കെ പറയാം. അതെല്ലാം ഇതിന്റെ സ്ഥിരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന വാക്കാണ്. ലീതൽ എന്നൊക്കെ പറയില്ലേ. ഇനി ഉണ്ടല്ലോ വേറൊരു വാക്കോട് നമ്മളത് പറയും കേട്ടോ. അത് നോൺ ടോക്സിക് എന്ന് പറയാം, ഓപ്പോസിറ്റ് ആയിട്ട്. ടോക്സിക്കിന്റെ ഓപ്പോസിറ്റ് നോൺ ടോക്സിക് എന്ന് പറയും. അത് ക്ലിയർ കട്ട് ഇതായിട്ട് സാധാരണ അങ്ങനെ ചോദ്യം വരാറില്ല. കാരണം ടോക്സിക്കിന്റെ ഓപ്പോസിറ്റ് നോൺ ടോക്സിക് വളരെ എളുപ്പമല്ല കണ്ടുപിടിക്കാൻ. അതുകൊണ്ട് അങ്ങനത്തെ ചോദ്യം, അങ്ങനത്തെ വേർഡ് ഒന്നും വരില്ല. അല്ലാതെ ഇങ്ങനത്തെ എന്തെങ്കിലും വേർഡ് ഒക്കെ ഇട്ട് വരുള്ളൂ, കോംപ്ലിക്കേറ്റഡ് ആക്കാൻ, കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി. സോ ദാറ്റ്സ് ഇറ്റ്. വളരെ അൺപ്ലസന്റ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ നമ്മൾ ടോക്സിക് എന്ന് പറയും കേട്ടോ, ഓർത്തോ. സ്മോക്കിംഗ് ഇസ് എ ടോക്സിക് ഹാബിറ്റ്. യെസ് ഇറ്റ് ഈസ് അല്ലേ. ഭയങ്കര ഹാംഫുൾ ഹാബിറ്റ് ആണ്. Nowadays inflation is coherent in the country. Yes, coherent ആണ്, കൺസിസ്റ്റന്റ് ആണ് അല്ലേ. കൊഹറന്റ് ആണ്, കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ്. യാ. അപ്പം വിലകയറ്റം ആണ് അല്ലേ. ഇത് നോക്കാമല്ലോ നെക്സ്റ്റ് വൺ. യാ, റിവോക്ക് ചെയ്യുക. റിവോക്ക് ചെയ്തിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, റിവോക്ക് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ബിൽസ് റിവോക്ക് ചെയ്യാം. ബിൽസ്, നമ്മൾ പാർലമെന്ററി ബില്ലുകളൊക്കെ റിവോക്ക് ചെയ്യപ്പെട്ടു അല്ലേ. അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ട് ഒക്കെ റിവോക്ക് ചെയ്യപ്പെട്ടു, കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. ലോസ് റിവോക്ക് ചെയ്യപ്പെട്ടു. നിയമപരമായിട്ടും അതുപോലെ ഫോർമലായിട്ട് നമ്മൾ കേൾക്കുന്ന വാക്കുകളാണ് റിവോക്ക് എന്നൊരു വാക്ക്. ക്യാൻസൽ ചെയ്യാം. റിവോക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരു കാര്യത്തിന് അബോളിഷ് ചെയ്ത് കളയും, ക്യാൻസൽ ചെയ്യും, അല്ലെങ്കിൽ അനൽ ചെയ്ത് കളയും, ഇൻവാലിഡേറ്റ് ചെയ്യും. അതിൻ്റെ വാലിഡിറ്റി ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമ്മൾ അതിൻ്റെ വാലിഡിറ്റി ഇല്ലാണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അബോളിഷ് ചെയ്യുന്നു, ഇല്ലാണ്ടാക്കും അല്ലേ. അനൽ ചെയ്ത് കളയും. ഓക്കെ. അപ്പം റിവോക്ക് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക, ഇൻവാലിഡേറ്റ് ചെയ്യുക, അബോളിഷ് ചെയ്യുക, അനൽ ചെയ്യുക എന്നൊക്കെയാണ് അർത്ഥം. വളരെ ഫോർമൽ വാക്കാട്ടോ റിവോക്ക് ചെയ്യുക എന്നുള്ളത്. ക്യാൻസൽ ഒക്കെ നമ്മൾ യൂഷ്വലായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്, ബട്ട് റിവോക്ക് ഇസ് എ ഫോർമൽ വേർഡ്. അപ്പോൾ അതിൻ്റെ ആന്റണിം എന്താ നോക്കി, ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒരു കാര്യം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ലോഞ്ച് ചെയ്യുക, ഇനാക്ട് ചെയ്യുക അല്ലേ. ഒരു കാര്യം നമ്മൾ ലോഞ്ച് ചെയ്യുക, തുടക്കം കുറിക്കുക ഒരു കാര്യത്തിന് അല്ലേ. ഇനാക്ട് ചെയ്യുക, റാറ്റിഫൈ ചെയ്യുക, ഇനീഷ്യേറ്റ് ചെയ്യുക. ഇതൊക്കെ ഇൻട്രൊഡ്യൂസ്, ഇനാക്ട് ചെയ്യുക അല്ലെ. നിയമമൊക്കെ ഇനാക്ട് ചെയ്യുക നമ്മൾ പറയില്ലേ, ആ സാധനം. ഇനാക്ട് ചെയ്യുക, റാറ്റിഫൈ ചെയ്യുക, ലോഞ്ച് ചെയ്യുക, ഇനിഷ്യേറ്റ് ചെയ്യുക, അതൊക്കെയാണ് ആന്റണിംസ് ആയിട്ട് പറയുക. അപ്പോൾ റിവോക്കിൻ്റെ ആന്റണിംസ് ആയിട്ട് ഇതിൽ ഏതും വരാം കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വാക്കുകളുണ്ടാവും, ഉറപ്പിച്ചു ഇതിൽ ഇതെല്ലാം കറക്റ്റാണ്, സിനോണിം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ് എന്നുള്ളത് മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ചോദിക്കാൻ മറക്കല്ല് അല്ലേ. ഓക്കെ, അപ്പോൾ റിവോക്ക് ഫോർമൽ വേർഡാണ്, അത് മറക്കണ്ട. എക്സാമ്പിൾ നോക്കിയേ. എക്സാമ്പിൾ, the men appealed and the sentence was revoked. men അവരെന്ത് ചെയ്തു, അപ്പീൽ കൊടുത്തു. അപ്പീൽ കൊടുക്കുക, that is appealed, and the sentence was revoked. sentence പറഞ്ഞാൽ ശിക്ഷ, judgment അല്ലേ. ശിക്ഷ was, sentence was revoked, cancel ചെയ്യപ്പെട്ടു.
റിവോക്ക് ചെയ്യപ്പെട്ടു, ക്യാൻസൽ ചെയ്യപ്പെട്ടു. സെൻറ്റൻസ് മാർക്കല്ല, നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ ഒരു കാര്യം. സെൻറ്റൻസ് ചെയ്യുക, കൺവിക്ഷൻ അല്ലെ, കൺവിക്ട് ചെയ്യപ്പെടുക, അല്ലെങ്കിൽ ജഡ്ജ്മെൻറ്റ്, ട്രയൽ, വേർഡിക്റ്റ്. സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റ്, വേർഡിക്റ്റ് എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. ആണ് സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പീൽ കൊടുക്കുക അറിയാലോ, അപ്പീൽ നമ്മൾ കേട്ടുള്ള വാക്കാണ്. അത് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത് നോക്കാം. നെക്സ്റ്റ് വൺ, സ്പെസിഫിക്. സ്പെസിഫിക് ആയിട്ടൊരു കാര്യം ഞാൻ ചോദിച്ചേ അല്ലേ, കൃത്യമായിട്ടൊരു കാര്യം. സ്പെസിഫിക് മീൻസ് ദാറ്റ് ഇസ് ഡെഫിനിറ്റ് ആണ്. ഒരു കാര്യം നമ്മൾ പെർട്ടിക്കുലർ ആയിട്ട്, സ്പെസിഫിക് ഇസ് ആൻ അഡ്ജക്റ്റീവ്. മറക്കണ്ട, നേരത്തെ പറഞ്ഞാൽ റിവോക്ക് വേർബ് ആയിരുന്നു, ടോക്സിക് അഡ്ജക്റ്റീവ് അതല്ലേ, അതൊക്കെ നോക്കുന്നുണ്ടല്ലോ അല്ലേ. അതുപോലെ സ്പെസിഫിക് ഇസ് ആൻ അഡ്ജക്റ്റീവ്. സ്പെസിഫിക് ആണെങ്കിൽ ഡെഫിനിറ്റ് ആണ് ഒരു കാര്യം. ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ കേട്ടിട്ടില്ല, അതുപോലെ ഡെഫിനിറ്റ് ആണ്, ഒരു കൃത്യതയുള്ള സാധനമാണ് ഡെഫിനിറ്റ്. പെർട്ടിക്കുലർ, കൃത്യതയോടെ ഒരു കാര്യം എടുത്തു പറയാൻ പറ്റുന്ന ഒരു സാധനമാണെങ്കിൽ പെർട്ടിക്കുലർ ആണ്. ഇറ്റ്സ് പെർട്ടിക്കുലർ, ഇറ്റ്സ് ഡെഫിനിറ്റ്, എക്സാക്ട്. ഇത് എക്സാക്റ്റ് ആയിട്ടൊരു കാര്യമാണ്, അതിനാണ് നമ്മൾ സ്പെസിഫിക് എന്ന് പറയുക. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? വേഗ് ആണ്, ഒരു ക്ലാരിറ്റി ഇല്ല. ഇറ്റ്സ് അൺക്ലിയർ, ഇറ്റ്സ് വേഗ്, ഇറ്റ്സ് ജനറൽ. വളരെ ജനറൽ ആയിട്ടുള്ളൊരു സാധനമാണെങ്കിൽ നമ്മളതിന് സ്പെസിഫിക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ജനറിക് ആണ്. ജനറിക്കും പറയും കേട്ടോ, ജനറലും പോലെ ജനറിക്കും ഉണ്ട്. വേഗ് ആണ്, അല്ലെങ്കിൽ അൺക്ലിയർ ആണ് എന്നൊക്കെ പറയാം. ജനറൽ ആണ്, അതെല്ലാം നമ്മുടെ സ്പെസിഫിക് എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. വേഗ്, അൺക്ലിയർ ആൻഡ് ജനറൽ എന്നൊക്കെ നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയാം. ഓൾറൈറ്റ്, ഇനി look at the example. നോക്കി എക്സാമ്പിൾ നോക്കിയേ. when ordering goods ഓർഡർ ചെയ്യുമ്പോൾ ബി സ്പെസിഫിക് ആയിരിക്കണം, കൃത്യതയോടെ പറയണം, അല്ലെങ്കിൽ ഒരു കൃത്യത വേണം. എന്തെങ്കിലും ഒരു ഗുഡ്സ് ഓർഡർ ചെയ്യുമ്പോൾ ഏത് ഗുഡ്സ് ആണ്, എന്തൊക്കെ തരത്തിലുള്ള ഗുഡ്സ് ആണ് എന്നുള്ളത് സ്പെസിഫിക് ആയിരിക്കണം അല്ലേ. when you order items online, നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അല്ലേ, വലിച്ചു വരെ ഏതെങ്കിലും കോമൺ ആയിട്ട് ഓർഡർ ചെയ്തിട്ടില്ല, ജനറൽ ആയിട്ട് ഓർഡർ ചെയ്തിട്ട് കാര്യമില്ല, പെർട്ടിക്കുലർ ഡെഫിനറ്റ് ആയിട്ട് ഏതാണ് വേണ്ടത് എന്നുള്ളത് ഓർഡർ ചെയ്യണം അല്ലേ. നമ്മൾ ഇതിലൊക്കെ പോകുമ്പോൾ അല്ലേ നമ്മൾ പറയില്ല, എന്തൊരു കാര്യം ചോദിക്കാതെ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുക എന്നൊക്കെ പറയുന്നിട്ടില്ലേ. സോ ദാറ്റ്സ് ഇറ്റ്, കൃത്യതയോട് ചോദിക്കുന്നു. ഷീ റിവോക്ക് ദ ജേർണി ഡ്യൂ ടു ഹെവി റെയിൻ. ക്യാൻസൽ ചെയ്തു. അവിടെ റിവോക്ക് എന്ന വാക്ക് അപ്ലിക്കബിൾ അല്ല കേട്ടോ സാന്ദ്ര. ഞാൻ പറയാം, റിവോക്ക് ഫോർമൽ കോണ്ടെക്സ്റ്റിൽ മാത്രം ഉപയോഗിക്കുന്ന വാക്കാണ്. നമ്മളൊരു ജേർണി ക്യാൻസൽ ആക്കിയാൽ റിവോക്ക് പറയില്ല, അവിടെ നമുക്ക് ക്യാൻസൽ കൊടുത്താൽ മതി. ഷീ ക്യാൻസൽഡ് ദ ജേർണി. അതേ സമയത്ത് നമുക്ക് പറയാം, ഷീ റിവോക്ക് ദി അപ്പീൽ, അവൾ അപ്പീൽ റിവോക്ക് ചെയ്തു. ഓർ ഷീ റിവോക്ക് ദി കംപ്ലൈൻറ്റ്, അവൾ കംപ്ലൈൻറ്റ് റിവോക്ക് ചെയ്തു. കംപ്ലൈൻറ്റ് റിവോക്ക് ചെയ്തു പറയാം. കംപ്ലൈൻറ്റ് കൊടുക്കുക ഇസ് എ ഫോർമൽ സാധനം, ആ ഫോർമൽ സാധനത്തിന് റിവോക്ക് ചെയ്തു ഇറ്റ്സ് എ ഫോർമൽ ആയിട്ടുള്ള സെൻറ്റൻസിൽ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഒരു ജേർണിക്ക് ക്യാൻസൽ ആക്കി നമ്മൾ ഇറ്റ്സ് എ ക്യാൻസൽ, ദാറ്റ്സ് എ ബെസ്റ്റ് വേർഡ് ടു യൂസ്. അപ്പോൾ അപ്രോപ്രിയേറ്റ് വേർഡ് യൂസേജ് വരുമ്പോൾ, ഈ വേർഡ് യൂസേജ് എന്ന് പറയുന്നതിലോട്ട് വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ കാര്യം, ഈ ഒരു സെൻറ്റൻസ് അതിൻ്റെ ഉപയോഗമില്ല കേട്ടോ, അത് ഗ്രാമാറ്റിക്കലി എററാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ അത് ഗ്രാമാറ്റിക്കലി എററാണ്. ഓക്കെ, അത് ക്ലിയർ അല്ല, ദാറ്റ് വേർഡ് ഇസ് നോട്ട് ദ വൺ. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. അടുത്ത് നോക്കാം, അജിറ്റേഷൻ. നമ്മൾ കേട്ടിട്ടുണ്ട് അജിറ്റേറ്റ് എന്ന് പറയുന്ന അർത്ഥം അജിറ്റേറ്റ് ദേഷ്യപ്പെടുകയാണല്ലേ, ഭയങ്കരമായിട്ട് അജിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ദേഷ്യപ്പെടുക, ആകെപ്പാടെ ആവലാതിപ്പെടുകയാണ് അല്ലേ. ആൻസൈറ്റി, അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ ഒരു കാര്യത്തോട് ഭയങ്കര അജിറ്റേറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ആൻസൈറ്റിയോടെ ബിഹേവ് ചെയ്യുകയാണ് അല്ലേ, ടെൻഷൻ അടിക്കുകയാണ്. അജിറ്റേഷൻ ഇസ് വാട്ട്? നമ്മുടെ അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ അജിറ്റേറ്റഡ് ആയിട്ട് നമ്മളോട് പെരുമാറുകയാണ്. വാട്ട് ഈസ് അജിറ്റേഷൻ? എ സ്റ്റേറ്റ് ഓഫ് ആൻസൈറ്റി അല്ലേ, ഒരു ഭയങ്കര ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് ആണ്, ഒരു പെർട്ടർബേഷനിൽ നിൽക്കുകയാണ് അല്ലേ. വളരെയായിട്ട് പെർട്ടർബ് ചെയ്യാന്ന് പറയില്ല, പെർട്ടർബേഷൻ സ്പെല്ലിംഗ് അതല്ലോ, PR ആണോ, സോറി, പെർട്ടർബേഷൻ തന്നെയാണ് ആൻസൈറ്റി. അവസ്ഥ പറയാം ഡിസ്ട്രെസ്. അജിറ്റേഷൻ ഇസ് ഡിസ്ട്രെസ്, വല്ല ഒരു അവലാതിപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ്, ഡിസ്ട്രെസ്സിനാണ് നമ്മൾ എന്താ പറയാ അല്ലേ, ട്രബിൾ, കൺസേൺ, വറി, അപ്സെറ്റ് ഇതൊക്കെ പറയാം. അജിറ്റേഷൻ വറി ചെയ്യുന്നൊരവസ്ഥയാണ്, വല്ലാത്തൊരു ആവലാതി ഇരിക്കുന്ന ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ എന്താ പറയുക അജിറ്റേഷൻ പറയാം. വറി ഓർ കൺസേൺ ഒക്കെ പറയാം. അടുത്തത് ആൻറ്റണിംസ് നോക്കിയാൽ കാംനെസ് അല്ലെ, പീസ്, കമ്പോഷർ. നമ്മൾ ഭയങ്കര റിലാക്സേഷനിൽ നിൽക്കുകയാണ്, കമ്പോഷറിൽ നിൽക്കുകയാണ്, കാം ആയിട്ട് നിൽക്കുകയാണ്, പീസ്ഫുൾ ആയിട്ട് നിൽക്കുകയാണ്. അജിറ്റേറ്റഡ് ആണ് അഡ്ജക്റ്റീവ്, അജിറ്റേഷൻ ഇസ് നൗൺ, പീസ് നൗൺ ആണ്, കാംനെസ് നൗൺ ആണ്, കമ്പോഷർ നൗൺ ആണ്, റിലാക്സേഷൻ നൗൺ ആണ്. മറക്കണ്ട കേട്ടോ. അപ്പോൾ സെന്റൻസ് എന്താ? ഇതിന് പറ്റിയ സെന്റൻസ് നോക്കിയാൽ ഷി വാസ് ringing her, ringing, RING അല്ല WRING. ഇങ്ങനെ കൈ ഇങ്ങനെ ചെയ്യാം, നമ്മളിങ്ങനെ കൈ ഇങ്ങനെ ആകെപ്പാട് ഇങ്ങനെ അല്ലേ, അങ്ങോട്ടും ഇങ്ങനെ കൈ ഇങ്ങോട്ടും ഇങ്ങനെ അറ്റൻഷൻ അടിക്കുമ്പോൾ നമുക്ക് പറ്റില്ല ആ സാധനം. ഹെർ ഹാൻഡ്സ് ഇൻ അജിറ്റേഷൻ അല്ലേ. ഇപ്പോൾ സങ്കടം വരുമ്പോഴും അല്ലെങ്കിൽ ടെൻഷൻ ആകുമ്പോഴൊക്കെ നമ്മൾ കൈയിട്ട് ഇങ്ങനെ
ഇങ്ങനെ കാണിക്കും. അതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അജിറ്റേഷൻ കോമൺ വേർഡാണ്, യൂസ് ചെയ്യാറുള്ളതാണ്, ഓർത്ത് വെച്ചോ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. നമ്മൾ അവിടെ എല്ലാം അണ്ടർലൈൻ ചെയ്തല്ലോ. യാ, അപ്പോൾ അജിറ്റേഷൻ. ദാറ്റ്സ് ഇറ്റ്. സെൻറ്റൻസ് ഓഫ് ഷീ സെർച്ചസ് ഫോർ സ്പെസിഫിക് തിങ്സ് ടു ഈറ്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. ക്ലിയർ. അപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ എൻഡ് ചെയ്യാം. സമയമായില്ലേ? നമുക്ക് എൻഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് വീക്ക് അല്ലേ? ഇറ്റ്സ് ഫ്രൈഡേ. സോ